കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. നമുക്ക് ഒരുമിച്ച് വളരെ ബലത്തോടെ സന്തോഷത്തോടെ ആമേൻ. എന്തൊക്കെ വന്നാലും ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മെ വിട്ട് മാറുകയില്ല. നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത സാഹചര്യങ്ങളിലല്ല, നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത ക്രിസ്തുവിലാണ്. एक साथ आनंद के साथ आज सुबह परमेश्वर को आराधना करने जा रहे हैं. നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത അടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. हमारा जो हैप्पीनेस का फाउंडेशन है वो है मसीह. ആ ക്രിസ്തുവിലെ അടിസ്ഥാനമിട്ടിരിക്കുന്ന സന്തോഷത്തിന്റെ പരിപൂർണതയിൽ നമുക്ക് ആരാധിക്കാം. उस फाउंडेशन के अंदर रुककर हम आराधना करें. ചേർന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ताली बजाकर उसकी आराधना. കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. ഓ നാശകരമായ കുഴഞ്ഞ ചേറ്റി നിന്നെ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനം ഒരുമിച്ച് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ എൻ്റെ യഹോ ഞങ്ങളുടെ കൂടെ. ഓ എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ ചേർന്ന് പറഞ്ഞ് എൻ്റെ യഹോവേ എൻ്റെ കർത്താവേ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയും. ചേർന്ന് എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നു. കരങ്ങളടിച്ച് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി എന്നെ കയറ്റി. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ. ഒരുമിച്ച് എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ ഭൂമിയിൽ
വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്കുകൾ ഒരുമിച്ച് നിങ്ങൾ ഭവനത്തിൽ നിന്ന് നിരാശയെ ബ്രേക്ക്. ഈ ആരാധന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിരാശ എടുത്തു കളയണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷത്തിന്റെ അറ്റ്മോസ്ഫിയർ കയറണം. ഇത് ആരാധനയുടെ നിമിഷമാണ്. ഹല്ലേലൂയ എന്ന പദം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭവനത്തിനകത്ത് ചേർന്ന് പറഞ്ഞു തുടങ്ങി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് Hallelujah, hallelujah, oh hallelujah, 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 oh mahത്വം ജ്ഞാനം സ്തോത്രം ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വം ജ്ഞാനവും സ്തോത്രം ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓഹോ മഹത്വം ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വം ജ്ഞാനവും ശക്തിയും ബലവും യേശുവേ. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെ മഹത്വം, നമ്മുടെ ഭവനങ്ങളിലെ മഹത്വം നിറഞ്ഞു വരട്ടെ. ഓ ജീസസ്, ആ മഹത്വം നിറഞ്ഞു വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിലെ മഹത്വം, हमारे glory of God. हमारे घर के अंदर परमेश्वर का महत्व भर जाए. നിങ്ങളുടെ ശരീരത്തിൽ glory of God revealed ആകട്ടെ. आपके शरीरों में परमेश्वर का महत्व भर जाए. മഹത്വം നിറഞ്ഞു വരട്ടെ. महत्व भर जाए. നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞ മഹത്വം നിറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞേ. विश्वास के साथ बोलिए, मेरे भवन में, मेरे घर के अंदर परमेश्वर का महत्व भर जाए. നിങ്ങളുടെ കുടുംബത്തിൽ മഹത്വം നിറഞ്ഞു വരുന്നു എന്ന് പ്രാർത്ഥിച്ചു. मेरे भवन के अंदर परमेश्वर का महत्व भर जाए. മഹത്വവും ഞാനൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് മഹത്വത്തിന്റെ ഞായറാഴ്ചയാണ്. It's a glorious Sunday. It's a glorious Sunday. ये जो संडे है वो ग्लोरियस है. It's a glorious Sunday. महत्वपूर्ण संडे है. It's a glorious Sunday. महत्वपूर्ण संडे है. It's a day of my glory. ये आज का दिन मेरा महत्व का दिन है. ഒരുമിച്ച് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലം യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് ഇന്ന് പകൽ പറയണം. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് ഇന്ന് പകൽ പറയണം. It's a day of glory. आपके बाजू में जो बेटा है उनको छू कर बोलिए कि आज महत्व का दिन है. It's a day of glory. आज महत्व का दिन है. It's a day of glory. आज महत्व का दिन है. വിശ്വാസത്തോടെ പറഞ്ഞു, is my day, the day of glory. विश्वास के साथ बोलिए, आज का दिन मेरा महत्व का दिन है. ഓ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകവ്യാപകമായി COVID-19 ആമേൻ അഫക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കാം. आज हम प्रार्थना करने जा रहे हैं पूरा दुनिया में कोविड-19 के द्वारा हॉस्पिटलाइज हुआ सभी के लिए हम प्रार्थना करने जा रहे हैं. ഹോസ്പിറ്റലുകളിൽ ഇരുന്ന് ചിലപ്പോൾ ഈ ആമേൻ ലൈവിലൂടെ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ഏതെങ്കിലും കോവിഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ മഹത്വം റിലീസാകുന്ന ഒരു ഞായറാഴ്ചയായിരിക്കും. आज का सुबह ये जो लाइव मीटिंग है, जो देख रहा है कोविड का जो भी पेशेंट्स हो, कोविड का सिचुएशन के अंदर सफरिंग करने वाला कोई भी पेशेंट्स अगर ये लाइव देख रहा है या देखने वाला है, सभी के अंदर इस समय परमेश्वर का बल कार्य कर रहा है. മൂന്നാമത്തെ പ്രഭാതത്തിൽ കല്ലറയ്ക്കകത്തിരുന്ന യേശുവിന്റെ ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. 3 दिन के बाद जो टूम के अंदर बैठा हुआ यीशु मसीह का शरीर के अंदर जैसा पवित्र आत्मा ने कार्य किया, ആത്മാവ് യേശുവിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ आत्मा ने उस शरीर के अंदर जब काम करना शुरू किया, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആത്മാവ് ഉയർപ്പിച്ചു. मृत्यु के अंदर बैठा हुआ यीशु मसीह को आत्मा ने जी उठाया. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആത്മാവ് ഉയർപ്പിച്ചു. मृत्यु के अंदर बैठा हुआ इन
जो बॉडी है उसके अंदर से आत्मा ने यीशु मसीह को उठाया, പരിശുദ്ധാത്മാവ് അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. पवित्र आत्मा ने मृत्यु के अंदर से यीशु मसीह को जी उठाया. ഓ ഇന്ന് അതേ ആത്മാവ് രോഗക്കിടക്കയിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കളെ യേശുവിന്റെ ആത്മാവ് ഇന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. और आज वही आत्मा जो भी हॉस्पिटलाइज है, जो भी सिचुएशन के अंदर है, जो भी रोगों के अंदर है, सभी के ऊपर पवित्र आत्मा का बल आ रहा है. ഇന്ത്യയിലെ സകല ഹോസ്പിറ്റലുകൾക്കകത്തും പരിശുദ്ധാത്മാവ് രോഗത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ യേശുവിന്റെ ആത്മാവ് ജീവിപ്പിക്കുകയാണ്. इंडिया का जितना भी हॉस्पिटल्स हो, सभी हॉस्पिटल के अंदर मृत्यु के अंदर या सफरिंग्स के अंदर हुआ हुआ सभी के ऊपर पवित्र आत्मा का कार्य हो रहा है. മൂന്നാമത്തെ പ്രഭാതത്തിൽ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് ഞങ്ങളിൽ വസിക്കുന്നു. तीसरा दिन यीशु मसीह के शरीर के अंदर कार्य किया हुआ वही पवित्र आत्मा आज आपके ऊपर भी कार्य कर रहा है. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന the same spirit, आपके अंदर वही आत्मा है, the same person, वही आत्मा है, the same power, वही सामर्थ है, the same authority. वही अधिकार है. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ वो पवित्र आत्मा आपके अंदर वास करता है. വചനം പറയുന്നു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി ഇപ്പോൾ നിങ്ങളെയും ഉയർപ്പിക്കുകയാണ്. बाइबल कह रहा है कि मृत्यु के अंदर से यीशु मसीह को उठाया वो वही आत्मा आज आपके अंदर वास करता ഈ है. ഞായറാഴ്ച തമ്മിൽ വിശ്വസിച്ച് ആശ്വസിപ്പിക്കുക. അതേ ആത്മാവ് എന്നെ പ്രതിസന്ധികളുടെ മുകളിലൂടെ ചലിക്കുവാൻ ആത്മാവ് എന്നെ പ്രാപ്തനാക്കുന്നു. विश्वास के साथ बोलिए, वही आत्मा सभी प्रश्न के ऊपर से मुझे चलाएगा. എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. एक साथ हम प्रार्थना करें. COVID-19 അഫക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുക. कोविड-19 पेशेंट्स के लिए आज हम प्रार्थना करते हैं. എല്ലാ പേഷ്യൻസിനായി നമുക്ക് ഇപ്പോൾ सभी പ്രാർത്ഥിക്കാം. पेशेंट्स के लिए हम प्रार्थना करते हैं. അവരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. उनके अंदर वास करता वो परमेश्वर के लिए, पवित्र आत्मा के लिए हम धन्यवाद All करते my हैं. HK families, നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ, ഇരിക്കുന്ന രാജ്യങ്ങളിൽ ആമേൻ, ഒരുമിച്ച് നമുക്കിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. एक साथ हम प्रार्थना करें. राज्य में रहने वाले हमारे फैमिलीज के लिए, हमारे यहाँ के फैमिलीज के लिए, सभी के लिए हम प्रार्थना करते हैं. ഓ നിങ്ങളുടെ വീടിന് അടുത്ത് കോവിഡ് പേഷ്യൻസ് ഉണ്ടാകും. आपके घर के बाजू में हो सके तो कोविड पेशेंट हो सकता है. നിങ്ങളുടെ ജില്ലയിൽ ഈ രോഗത്താൽ പിടിക്കപ്പെട്ടവരുണ്ട്. आपका जिला के अंदर वो कोविड पेशेंट्स हो सकता है. നിങ്ങളുടെ പട്ടണത്തിൽ ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരുണ്ട്. आपका सिटीज में जो हॉस्पिटल है उसके अंदर भी വെന്റിലേറ്ററുകളിലായിരിക്കുന്നവരുണ്ട്. वेंटिलेटर के अंदर बैठा हुआ इंसान हो, ICUവിലായിരിക്കുന്നവരുണ്ട്. आईसीयू यूनिट के अंदर, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. घरों के अंदर शायद. എന്തിനാണ് ദൈവം നിങ്ങളെ ആ സ്ഥലത്ത് വച്ചേക്കുന്നതെന്ന് അറിയാമോ? आपके घर के बाजू में भी शायद हो सकता है. നിങ്ങൾ എന്തിനാണ് ആ പട്ടണത്തിൽ ഇരിക്കുന്നതെന്ന് അറിയാമോ? आपको पता है क्यों परमेश्वर ने आपको उसी जगह पे रखा? കർത്താവ് നിങ്ങളെ ആ പട്ടണത്തിൽ വച്ചേക്കുന്നത് ഇപ്പോൾ വിശ്വാസത്താൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. परमेश्वर ने इसलिए आपको वहां पर रखा क्योंकि जो लोग अफेक्टेड है सभी इंसानों के लिए, सभी मनुष्य के लिए प्रार्थना करें. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ആമേൻ വെളിച്ചം സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ദൈവശക്തി ഇന്ന് ജില്ലയിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പഞ്ചായത്തുകളിൽ, ഹോസ്പിറ്റലുകളിൽ നിങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ മേഖലകളിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. आपके अंदर वास करता वो पवित्र आत्मा, आपके अंदर जो सामर्थ है वही सामर्थ हॉस्पिटल के अंदर, आपके बाजू वाले घरों के अंदर आपके द्वारा वो सामर्थ बढ़ रहा है. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. हम वैसे विश्वास करते हैं. കാരണം ഞങ്ങളെ കുറിച്ച് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. परमेश्वर ने हमें देख के कहा कि हम इस दुनिया का लाइट है. ഇരുട്ട് ലോകത്തിൽ വ്യാപിക്കുമ്പോൾ അതിന്റെ നടുവിൽ വെളിച്ചമാണ് നിങ്ങൾ. अंधकार पूरा इस दुनिया को भरते समय उस अंधकार के अंदर आप एक लाइट है. വെളിച്ചത്തിന്റെ പ്രത്യേകത അത് സ്പ്രെഡ് ചെയ്യുന്നു. और लाइट का जो कैरेक्टर है वो स्प्रेड होता है, അത് സ്പ്രെഡ് ചെയ്യുന്നു. वो स्प्रेड होता है. യേശു അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. और दूसरे वाक्य में परमेश्वर ने ऐसा कहा कि इस दुनिया का सॉल्ट है आप. നിങ്ങൾ नमक हो ഭൂമിയുടെ ഉപ്പാകുന്നു. आप. इस दुनिया का, इस भूमि का नमक हो आप. ഉപ്പിന്റെ പ്രത്യേകത അത് എടുത്തിട്ടാൽ സ്പ്രെഡ് ചെയ്യുന്നു. उस नमक का जो कैरेक्टर है अगर आप डालोगे तो वो स्प्रेड होगा. വെളിച്ചത്തിന്റെ പ്രത്യേകത അത് ഓണായാൽ സ്പ്രെഡ് ആകുന്നു. और लाइट का जो कैरेक्टर है वो अगर ऑन हुआ तो वो भी स्प्रेड होगा. ഉപ്പിന്റെ പ്രത്യേകത അത് അപ്ലൈ ചെയ്താൽ സ്പ്രെഡ് ആകുന്നു. नमक का जो कैरेक्टर है अगर आप वो अप्लाई करोगे तो वो स्प्रेड होगा. എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന
ആമേൻ ഈ അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ആകുകയാണ്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സിറ്റുവേഷനിൽ സ്പ്രെഡ് ആകുകയാണ്. അത് അതിമഹത്തായ വിടുതലുകൾ കൊണ്ടുവരുന്നു. ऐसा है तो आपके अंदर जो परमेश्वर है, आज आप प्रार्थना करोगे तो वो भी प्रार्थना इसी तरह से स्प्रेड होगा. ഈ ഞായറാഴ്ചത്തെ ഗ്ലോറിയസ് പ്രയർ ഇന്ന് പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ആത്മശക്തിയായി, സൗഖ്യമായി, വിടുതലായി, ആരോഗ്യമായി, എഴുന്നേൽപ്പായി, ഉയർപ്പായി അത് സ്പ്രെഡ് ചെയ്യുകയാണ്. और आज समय का ये प्रेयर बहुत लोगों को उठाएगा, झिलाएगा, सामर्थ्य से उठाएगा. ഒരുമിച്ച് കരമടിച്ച് ഈ പ്രാർത്ഥനയെ സ്വീകരിക്കുക. ആമേൻ. ഒരു വെളിച്ചം പോലെ, ഒരു ഉപ്പ് പോലെ ഞങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിൻ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിൻ. ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു, ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു, ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു എല്ലാ രോഗികളുടെ മേൽ ഒരു ദൈവശക്തി മൂവ് ചെയ്യട്ടെ. आज हम प्रोक्लेम करते हैं जो भी रोग के अंदर बेटा वो सभी के ऊपर അധികാരത്തോടെ ഞങ്ങൾ പ്രവചിക്കുന്നു. അതിന്റെ മഹത്വം ഞങ്ങൾ കാണാൻ പോകും. अधिकार के साथ हम प्रोक्लेम करते हैं, उसका रिजल्ट हम देखने ഞങ്ങളത് വിശ്വസിക്കുന്നു. हम विश्वास करते हैं. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. हम एक साथ प्रार्थना ഞങ്ങൾ करेंगे. പ്രാർത്ഥിക്കാൻ പോകുന്നു. प्रार्थना करने जा रहे हैं. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. हम एक साथ प्रार्थना करेंगे. ഞങ്ങളുടെ കൂടെ നമുക്ക് ദേശത്തെ നോക്കി പ്രവചിക്കാം. हमारे साथ देशों को देखे भविष्यवाणी कीजिए. നമുക്ക് ദേശത്തെ നോക്കി പ്രവചിക്കാം. सिटीज को देखे भविष्यवाणी कीजिए. നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും. हमारा भाई यहाँ पे प्रेयर लीड करेगा. അവൻ പട്ടണങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ നമ്മുടെ രോഗികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. सिटीज के अंदर बेटा वो सभी के लिए हम प्रार्थना करें. സോനു ഇപ്പോൾ വിശ്വാസത്തോടെ എല്ലാ ആമേൻ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. പിതാവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ പ്രത്യേക പിതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതേമേ ഈ വലിയ സൗഖ്യം പിതാവേ ഈ പട്ടണത്തിന് മേൽ പിതാവ് അയക്കുന്ന പ്രാർത്ഥന ഈ കോവിഡിന്റെ ദൈവമേ ഈ ദൈവമേ നാട് മങ്ങിപ്പോകുമ്പോൾ പിതാവ് വിശ്വസിക്കുന്നു വലിയൊരു ദൈവത്തിന്റെ മഹത്വം ഈ പട്ടണത്തിന്റെ മേൽ പിതാവ് ഇറങ്ങട്ടെ. വരുന്ന സമയങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു വലിയ സൗഖ്യങ്ങൾ ഈ പട്ടണത്തിന് മേൽ ഉണ്ടാകട്ടെ. കോവിഡ് രോഗികളുടെ കണക്ക് കുറയട്ടെ പിതാവ്. ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയൊരു ഇവിടെ ഉണ്ടാകട്ടെ. ഞങ്ങൾ കൽപ്പിക്കുകയാണ് പിതാവ്. വരും നാളുകൾ വ്യത്യസ്ത അധികമാകാതെ കുറഞ്ഞു വരട്ടെ പിതാവ്. അതിന്റെ മേൽ പിതാവ് അവിടെയൊക്കെ ദൈവമാത്രം ഇറങ്ങട്ടെ പിതാവ്. വലിയ സൗഖ്യങ്ങൾ അവിടെ ഇറങ്ങട്ടെ പിതാവ്. ഞങ്ങൾ വിശ്വസിക്കുന്നു വരും നാളുകൾ അസാധാരണമായ ദൈവമഹത്വങ്ങൾ ഇതിന്റെ മേൽ ഇറങ്ങുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിതാവ്. ഞങ്ങൾ തീർച്ചയായും വലിയ ദൈവമഹത്വം. കർത്താവ് മഹത്വത്തെ ഇന്ന് ആമേൻ ഓരോ മക്കളുടെ പ്രാർത്ഥനയിലൂടെ ദേശത്ത് വ്യാപിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. एक साथ परमेश्वर का धन्यवाद कीजिए कि यहाँ पे प्रार्थना हुआ वो सब आप अपने आंखों से देखने जा रहे हैं. നമ്മളിപ്പോൾ ഒരു ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക് കടക്കുകയാണ്. परमेश्वर का वचन के और हम बढ़े. അനേകർക്ക് ഈ വെളിപ്പാട് ഒരു ആമേൻ ജീവനായും ധൈര്യമായും മാറട്ടെ. बहुत लोगों को ये जो वचन है जीवन और होप बनकर आ जाए. ആമേൻ ഈ റെവലേഷൻസ് അനേകരെ ജീവിപ്പിക്കും. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആമേൻ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവരുടെ ലൈഫിൽ വലിയൊരു ജീവനും ധൈര്യവുമായി മാറട്ടെ. ये जो वचन है बहुत लोगों को जीवन में लाएगा, जीवन के परिपूर्ण में लाएगा. इसके लिए सभी लोगों को हो सके तो आप शेयर कीजिए, अपने दोस्तों के साथ ये बांटिए. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം. Romans chapter 5. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും പട്ടണത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ദേശത്തോട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയിരിക്കുന്ന ആമേൻ ആ ട്രൂത്ത് ആണ്, ദ എറ്റേണൽ ട്രൂത്ത്. बहुत कई सालों से, कई महीनों से हम ये प्रचार कर रहे हैं, दूसरे लोगों से बांट रहे हैं. इज ए एटर्नल ट्रूथ. ये जो है वो इटर्नल ट्रूथ है. 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം. Romans chapter 5 verse 20.
റോമലേഖനം 5:17 വേദഭാഗം. Romans chapter 5 verse 17. ആദാം എന്ന ഒരു മനുഷ്യന്റെ നിയമലംഘനത്താൽ आदम बोलकर जो इंसान है उनका जो डिसोबीडियंस ആ മനുഷ്യനിലൂടെ മരണം വാഴ്ച നടത്തി. उस इंसान से मृत्यु राज करने लगा. എന്നാൽ ദൈവം സമൃദ്ധിയായി നൽകുന്ന കൃപയും നീതീകരണം എന്ന ദാനവും പ്രാപിക്കുന്നവർ, लेकिन परमेश्वर के द्वारा आया हुआ नीति और नीति के वजह से യേശു ക്രിസ്തു എന്ന ഏക മനുഷ്യൻ മുഖാന്തരം यीशु मसीह के എത്ര അധികമായി ജീവനിൽ വാഴും. यीशु मसीह के द्वारा कितना अधिक वो नीति बढ़ेगा. എല്ലാവരും ഈ ഞായറാഴ്ച ഒന്ന് കൺഫസ് ചെയ്യുക, ഞാൻ ജീവനിൽ വാഴും. एक साथ हमारे साथ बोलिए, हम जीवन में राज करेंगे. നിങ്ങളുടെ പ്രൊഫറ്റിക്കൽ പ്രൊക്ലമേഷൻ ആയിട്ട് ഈ മീറ്റിംഗിന്റെ താഴെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ജീവനിൽ വാഴുന്നു. आप नीचे इस कमेंट बॉक्स में कमेंट कीजिए, एक प्रोफेटिकल एक्ट है, बोलिए कि मैं जीवन में राज करूंगा. ഞാൻ ജീവനിൽ വാഴുന്നു. मैं जीवन में राज करूंगा. ഞാൻ ജീവനിൽ വാഴുന്നു. मैं जीवन में राज करूंगा. വിശ്വാസത്തോടെ എല്ലാ മക്കളും അത് പ്രൊക്ലെയിം ചെയ്യുക, ഞങ്ങൾ ജീവനിൽ വാഴുന്നു. विश्वास के साथ एक साथ बोलिए, हम जीवन में राज ഞങ്ങൾ करेंगे. ജീവനിൽ വാഴുന്നു. हम जीवन में राज करेंगे. ഞങ്ങൾ ജീവനിൽ വാഴുന്നു. हम जीवन में राज करेंगे. ഞങ്ങൾ ജീവനിൽ വാഴുന്നു. हम जीवन में राज करेंगे. ഓ റഖ ബശൈത റല ബറഖ. ഒരുമിച്ച് അല്പസമയങ്ങൾ അതൊന്ന് പറയണം. ഈ ദേശത്ത് വചനം വ്യാപിക്കട്ടെ. അവൻ തന്റെ ജനം ജീവനിൽ വാഴുന്നു. एक साथ बोलिए, ये दुनिया वो सुने, हम जीवन में राज ജീവനിൽ करेंगे. വാഴുന്നു. हम जीवन में राज करेंगे. ഞങ്ങളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് ജീവനിൽ വാഴുവാനാണ്. हमें परमेश्वर ने नया जीवन इसलिए दिया कि हम जीवन में राज ദൈവം करें. ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് വീഴുവാനല്ല, വാഴുവാനാണ്. परमेश्वर ने हमें नया एक जीवन दिया, इसलिए नहीं कि हम नीचे गिरे या इसलिए कि हम जीवन में राज करें. എന്റെ മീതെ വ്യാപിക്കുന്നത് വീഴ്ചയല്ല, വാഴ്ചയാണ്. मेरे ऊपर निछाई नहीं बल्कि राज करना लिखा है. ഇത് വീഴ്ചയല്ല, വാഴ്ചയാണ്. ये गिरने के लिए नहीं, राज करने के लिए. ആ ജീവന്റെ സമൃദ്ധിയിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. उस जीवन के फुलनेस के अंदर हम जी रहे हैं. ഞങ്ങൾ ജീവനിൽ വാഴുന്നു. हम जीवन में राज कर रहे हैं. എത്ര പേർ ഇത് വിശ്വസിച്ച് പറയുന്നു? कितना लोग विश्वास के साथ ये बोल रहे हो, ഞങ്ങൾ ജീവനിൽ വാഴുന്നു. हम जीवन में राज कर रहे हैं. 17-ാമത്തെ വാക്യം പറയുന്നു, ആദാം എന്നൊരു മനുഷ്യന്റെ ലംഘനത്താൽ ആ മനുഷ്യനിലൂടെ മരണം വാഴ്ച നടത്തിയെങ്കിൽ, बाइबल बोल रहा है कि आदम के वजह से मृत्यु जब राज करना शुरू किया, യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ यीशु मसीह के द्वारा കൃപയും നീതീകരണം എന്ന ദാനം സമൃദ്ധമായി നമ്മുടെ മേൽ വ്യാപിക്കുമ്പോൾ, वो ही जीवन, वो ही नीति सभी फुलनेस के द्वारा हमारे ऊपर कार्य करता है. ആദാം എന്ന ഏക മനുഷ്യന്റെ ലംഘനം എന്റെ ജീവിതത്തിൽ പാപത്തെയും മരണത്തെയും വാഴ്ച നടത്തുവാൻ അനുവദിച്ചെങ്കിൽ, आदम की वजह से मृत्यु और पाप मेरे अंदर जैसा कार्य किया, അവൻ ആദാം എന്ന മനുഷ്യന്റെ പാപലംഘനം, നിയമലംഘനം എന്റെ മേൽ പാപവും മരണവും വ്യാപിച്ചെങ്കിൽ, आदम का डिसोबीडियंस मेरे ऊपर मृत्यु और पाप को लाया, യേശു ക്രിസ്തുവിന്റെ അനുസരണം, यीशु मसीह का ओबीडियंस, യേശു ക്രിസ്തുവിന്റെ അനുസരണം यीशु मसीह का ओबीडियंस എന്റെ മേൽ കൃപയും നീതീകരണവും സമൃദ്ധമായി നൽകുവാൻ ഇടയായി. मेरे ऊपर आशीष और नीति और जीवन अधिक रूप से बढ़ने लगा. ആ യേശു ക്രിസ്തു എന്ന ഏക മനുഷ്യൻ മുഖാന്തരം ഞാൻ എത്രയോ അധികമായി ജീവനിൽ വാഴും. और उसी यीशु मसीह के द्वारा कितना अधिक मैं जीवन में राज करूंगा. ഇതൊരു മനുഷ്യന്റെ തിരിച്ചറിവാണ്. ये एक इंसान का, ഇതൊരു മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്. ये इंसान का नया खोज, ഇതൊരു മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധമ വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളാണ്. ये एक इंसान के अंदर परमेश्वर ने खोला हुआ परमेश्वर का रेवलेशंस है. വാഴാൻ സാധ്യതയുണ്ടെന്നല്ല പൗലോസ് എഴുതിയിരിക്കുന്നത്. यहाँ पे ऐसा नहीं लिखा कि राज करने का चांसेस है कर नहीं लिखा. നിങ്ങൾ വാഴണം എന്ന് മാത്രമല്ല പൗലോസ് പറയുന്നത്. आप लोग राज करो, ये केवल नहीं बोला है. പരിശുദ്ധാത്മാവ് ഈ സത്യത്തെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പൗലോസ് പറയാ, ഞങ്ങൾ ജീവനിൽ വാഴും. जब परमेश्वर ने ये जो रेवलेशन पौलुस को दिया तो पौलुस बोल रहा है कि हम ये राज करने का चांसेस ऐसा कुछ नहीं, वो बोल रहा है कि हम जीवन के अंदर राज करेंगे. അത് ശക്തമായൊരു തീരുമാനമാണ്. ये एक धैर्य के समान का स्टेटमेंट है. അത് ശക്തമായൊരു തീരുമാനമാണ്. धैर्य के अंदर का स्टेटमेंट है. ഞാൻ ജീവനിൽ വാഴും.
पौलुस बोल रहा है कि मैं जीवन में राज ഇന്ന് करूंगा। പകൽ ഇതൊരു തീരുമാനമാണ്, ये एक स्टेटमेंट है, ഇതൊരു തിരിച്ചറിവാണ്, ये एक स्टेटमेंट है। ഇത് ശക്തമായ ഒരു ആമേൻ ജീവിതത്തിൽ നാം വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ട ഒരു സത്യമാണ്. ये हमारे लाइफ के अंदर स्वीकार करने के लिए एक हेवनली ट्रूथ है। ആമേൻ. അപ്പോസ്തലൻ പറയുന്നു, ഏകന്റെ അനുസരണത്താൽ ക്രിസ്തു മുഖാന്തരം ഞാൻ വാഴും. पौलुस बोल रहा है कि मसीह के ओबीडियंस की वजह से मैं जीवन में राज करूंगा, ഞാൻ വാഴും, मैं राज करूंगा, ഞാൻ വാഴും. मैं राज करूंगा। 20-ാമത്തെ വാക്യം നിങ്ങളൊന്ന് 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. മരണം മുഖാന്തരം പാപം ഭരണം നടത്തിയതുപോലെ. 21वां वाक्य में ऐसा लिखा है कि 21st മരണം മുഖാന്തരം പാപം ഭരണം നടത്തിയതുപോലെ मृत्यु की वजह से पाप ने जैसा राज शुरू किया, ദൈവത്തിന്റെ കൃപ നീതിയിലൂടെ ഭരണം നടത്തുന്നു. परमेश्वर का नीति जीवन के द्वारा कार्य करेगा। ശ്രദ്ധിച്ചു കേട്ടോ. ആമേൻ. മരണം മുഖേന പാപം ഭരണം നടത്തിയതുപോലെ, മരണം മുഖാന്തരം പാപം ഭരണം നടത്തിയതുപോലെ मृत्यु की वजह से पाप जैसा कार्य शुरू किया, ദൈവത്തിന്റെ കൃപ परमेश्वर का आशीष നീതിയിലൂടെ, नीति के द्वारा, through the righteousness, नीति के द्वारा, ആമേൻ, ദൈവത്തിന്റെ കൃപ परमेश्वर का आशीष നീതിയിലൂടെ नीति के द्वारा എന്നിൽ ഭരണം നടത്തുന്നു. मेरे अंदर राज करता है। ഇന്ന് പകലൊന്ന് മനസ്സിലാക്കുക. ये एक समझिए, പാപം जो पाप है ദൈവത്തിൽ നിന്ന് परमेश्वर से എന്നെ വേർപെടുത്തിയ मुझे सेपरेट किया, മരണം മുഖാന്തരം मृत्यु के द्वारा എന്നിൽ ഭരണം നടത്തിയതുപോലെ मेरे अंदर राज किया, वैसे ही ദൈവത്തിന്റെ കൃപ परमेश्वर का आशीष ആ നീതിയിലൂടെ, वो नीति के अंदर से, ദൈവിക ബന്ധത്തിലൂടെ परमेश्वर का रिलेशन से എന്നിൽ ഭരണം നടത്തുന്നു. मेरे अंदर राज करता है। ദൈവകൃപ നീതിയിലൂടെ എന്നിൽ ഭരണം നടത്തുമ്പോൾ परमेश्वर का आशीष नीति के द्वारा मेरे अंदर कार्य करता है। ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? इनका फल क्या है आपको पता है? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവൻ. इनका रिजल्ट है कि परमेश्वर के द्वारा आया हुआ इटर्नल लाइफ, Eternal life. इटर्नल लाइफ। മരണത്തിന് കടക്കുവാൻ കഴിയാത്ത ജീവൻ, मृत्यु कभी भी प्रवेश नहीं कर सकता वैसा एक जीवन, മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത ജീവൻ, मृत्यु कभी भी एंटर नहीं कर सकता वो जीवन, മരണത്തിന് ഭരണമില്ലാത്ത ജീവൻ, मृत्यु कभी भी राज नहीं कर सके वो जीवन, മരണം തോറ്റുപോകുന്ന ജീവൻ, मृत्यु हार जाए वो जीवन, മരണം തകർന്നു പോകുന്ന ജീവൻ, मृत्यु हार जाए वो जीवन, മരണത്തിന് പ്രവേശനമില്ലാത്ത ജീവൻ. मृत्यु कभी भी प्रवेश नहीं कर सकता वो जीवन। ആ eternal life, ആ നിത്യ ജീവനിലൂടെ യേശു ക്രിസ്തു എന്നിൽ വാഴുന്നു. കരമടിച്ച് ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതിയേ യേശുവേ, കൃപ അതുമതി അതുമതി അതുമതിയേ, കൃപമതിയേ യേശു. ഒരുമിച്ച് പറഞ്ഞേ, നിൻ കൃപമതി കൃപമതി കൃപ അതുമതി. നിൻ കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതിയേ യേശുവേ, കൃപ അതുമതി. ഓഹോ, നിൻ കൃപമതി കൃപമതി കൃപമതിയേ. ഇന്ന് ആ കൃപയിലൂടെ ഭരണം മതിയേ, കൃപമതിയേ യേശു. ചേർന്ന് പറഞ്ഞോ, നിൻ കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി ഒരുമിച്ച് ഹല്ലേലൂയ. हालेलुया। അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, നിങ്ങളിലൂടെ ആ ദൈവകൃപ നീതിയായി, ആമേൻ, നിത്യ ജീവനായി വാഴുന്നു. आपके अंदर से वो जो आशीष है नीति के रूप से आपके अंदर बढ़े। അപ്പൊ എന്റെ അകത്ത് വ്യാപിക്കുന്ന ജീവന്റെ പ്രത്യേകത എന്താണ്? मेरे अंदर जो जीवन है उसका स्पेशलिटी क्या है? അത് eternal life ആണ്. वो इटर्नल लाइफ है, അത് നിത്യജീവനാണ്. वो इटर्नल लाइफ है। ഓ, ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ നിത്യ ജീവനിൽ വാഴുന്നു. एक साथ बोलिए, मैं उस इटर्नल लाइफ के अंदर जी रहा हूं। ചേർന്ന് പറഞ്ഞേ, ഞാൻ നിത്യ ജീവനിൽ വാഴുന്നു. एक साथ बोलिए, मैं वो इटर्नल लाइफ के अंदर जी रहा हूं। ഞാൻ നിത്യ ജീവനിൽ വാഴുന്നു. मैं इटर्नल लाइफ के अंदर जी रहा हूं।
ഞാൻ നിത്യജീവനിൽ വാഴുന്നു. मैं उस जीवन के अंदर जी रहा हूं. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മരണം പുറത്തു പോവുക. आपके घरों के अंदर से मृत्यु हट रहा है, വേർപാടുകൾ പുറത്തു പോവുക. सेपरेशन हट रहा है. The spirit of separation break ആവുക. आपके घरों के अंदर से जो सेपरेशन है वो हट रहा The है. spirit of relation revealed ആവുക. परमेश्वर का रिलेशनशिप आपके घरों में बढ़ जाए. ഞാൻ നിത്യജീവനിൽ വാഴുന്നു. मैं उस नित्य जीवन के अंदर राज कर रहा हूं. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ നിത്യജീവനിൽ വാഴുമെന്നല്ല. कभी कोई एक दिन मैं नित्य जीवन के अंदर राज करता യേശു ഞങ്ങളെ ചേർക്കാൻ വന്നിട്ട് ഞാൻ നിത്യജീവനിൽ വാഴുമെന്നല്ല. यीशु मसीह जब आएगा तब जाकर मैं नित्य जीवन के अंदर जीऊंगा, ऐसा नहीं. ആ ദൈവത്തിന്റെ കൃപയും നീതിയും ഇന്ന് എന്നിൽ വാഴുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ആ നിത്യജീവനിലാണ്. परमेश्वर का आशीष और परमेश्वर खुद मेरे अंदर वास करता है, इसलिए मैं उस नित्य जीवन के अंदर हूँ. ആ നിത്യജീവനിൽ ഞാൻ വാഴുന്നു. उस नित्य जीवन के अंदर मैं राज कर रहा ആ നിത്യജീവനിൽ ഞാൻ വാഴുന്നു. हूँ. उस नित्य जीवन के अंदर मैं राज कर रहा ആ हूँ. നിത്യജീവനിൽ ഞാൻ വാഴുന്നു. उस नित्य जीवन के अंदर मैं राज कर रहा हूँ. ഞാനും എന്റെ ദൈവവും ഒന്നാണെന്നുള്ള നിത്യജീവനിൽ ഞാൻ വാഴുന്നു. मैं और मेरा परमेश्वर एक है कर ये जो सच्चाई के अंदर उस इटर्नल लाइफ में मैं जी रहा हूँ. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് വായിക്കൊണ്ട് നിങ്ങളുടെ അധരം കൊണ്ട് പറയുമ്പോൾ ആ വചനത്തിനകത്ത് എന്തുണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിൽ റിലീസ് ആവും. आप जब अपने मुंह खोलकर ये वचन को एक साथ बोलोगे तो इस वचन के अंदर जो भी आशीष है वो सब आपके शरीर के अंदर आप देख सकोगे. യേശു എന്ന ഏകന്റെ അനുസരണത്താൽ यीशु मसीह के ओबीडियंस के वजह से നിത്യ മരണത്തിൽ നിന്ന് जो इटर्नल डेथ से നിത്യജീവനിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. इटर्नल लाइफ के अंदर मुझे ट्रांसफर किया. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള ജീവിതം. इटर्नल लाइफ का मतलब ये है कि परमेश्वर के साथ जिया हुआ एक जीवन. ഞാൻ ദൈവത്തോടു കൂടെ ജീവിക്കുന്നു. मैं परमेश्वर के साथ जी रहा हूँ. ദൈവം എന്നിൽ ജീവിക്കുന്നു. परमेश्वर मुझ में जी रहा है. ഞാൻ ആ ദൈവിക കൂട്ടായ്മയിൽ ജീവിക്കുന്നു. मैं उस परमेश्वर का रिलेशनशिप के ഞാൻ ആ अंदर हूं. ദൈവിക ബന്ധത്തിൽ मैं ജീവിക്കുന്നു. उस रिलेशनशिप के अंदर जी रहा हूं. ആ ജീവിതത്തിനകത്ത് മരണത്തിന് പ്രവേശനമില്ല. उस जीवन के अंदर मृत्यु कभी भी प्रवेश नहीं कर അപ്പൊ सकता. കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു. तो परमेश्वर मुझे मृत्यु से जीवन के अंदर ट्रांसफर किया. ഈ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രവേശിക്കാം? इस जीवन के अंदर कैसा एक व्यक्ति प्रवेश करे. ഈ വാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രവേശിക്കാം? ये जीवन के अंदर, ये राज के अंदर कैसा प्रवेश करना ഈ चाहिए. നീതീകരണത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രവേശിക്കാം? इस नीति के अंदर हम कैसे प्रवेश करें. അതിന് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ, റോമാലേഖനം 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ ദൂതിനെ നമുക്ക് പറഞ്ഞു തരികയാണ്. रोमन्स चैप्टर 4 में पौलुस ने अब्राहम को एग्जाम्पल कर ये इसका सीक्रेट बता रहा है. അബ്രഹാമിൽ വ്യാപിച്ച വിശ്വാസത്തിന്റെ ജീവിതത്തെ പൗലോസ് ഉദാഹരണമാക്കി കാണിച്ചുകൊണ്ട് അവൻ അബ്രഹാം എന്ന പിതാവ് എങ്ങനെയാണോ തന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചത് അതുപോലെ നിങ്ങൾക്കും ഈ ജീവന്റെ വാഴ്ചയിൽ പ്രവേശിക്കുവാൻ കഴിയും. अब्राहम के लाइफ से वो हमें एग्जाम्पल बता रहा है कि कैसे विश्वास के द्वारा उन्होंने एक नया जीवन के अंदर प्रवेश किया, उनके प्रॉमिस के अंदर प्रवेश किया. उसको एग्जाम्पल करके 14 अध्याय में पौलुस हमें बता रहा है. അബ്രഹാം പിതാവിന്റെ ജീവിതം എടുത്തുയർത്തി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അബ്രഹാം പിതാവ് എങ്ങനെയാണോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്, ദൈവത്താൽ ജീവിക്കപ്പെട്ടത്, ആ പാന്താവിലൂടെ ആ വഴിയിലൂടെ നിങ്ങൾക്കും ജീവന്റെ വാഴ്ചയിൽ പ്രവേശിക്കാം. अब्राहम ने अपना जीवन कैसे जिया विश्वास के अंदर और परमेश्वर ने दिया वो आशीष के अंदर और नया जीवन के अंदर अब्राहम ने कैसे विश्वास के द्वारा चला वो हमें सिखा रहा. 4-ാമത്തെ അധ്യായത്തിൽ അവൻ അപ്പോസ്തലൻ പറയുന്നു, അബ്രഹാം പിതാവ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. 14 अध्याय में ऐसा बताया कि अब्राहम जो पिता है वो विश्वास के द्वारा नीति में चढ़ा. അബ്രഹാം പിതാവ് എങ്ങനെയാണ് അത്ഭുതമായത്? कैसा अब्राहम पिता अद्भुत बने. അബ്രഹാം പിതാവ് എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? अब्राहम कैसा एक नीतिमान बने. അടുത്തയാളെ തൊട്ടിട്ട് പറഞ്ഞ് വിശ്വാസത്താൽ. अपने बाजू में जो बेटा है उनको देखिए बोलिए विश्वास के द्वारा. കുടുംബമായിട്ട് എന്നെ കാണുന്നവരെ അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറഞ്ഞ് അബ്രഹാം അത്ഭുതമായി മാറിയത് വിശ്വാസത്താലാണ്. आपके फैमिली को देखिए बोलिए अब्राहम कैसा अद्भुत बना
एक ही कारण है, वो विश्वास के साथ अद्भुत बना। അബ്രഹാം അതിശയമായി മാറിയത് വിശ്വാസത്താലാണ്. अब्राहम विश्वास के द्वारा अद्भुत कार्य बना। അബ്രഹാം പിതാവ് നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. अब्राहम पिता विश्वास के द्वारा नीतिमान बना। എങ്കിൽ അടുത്തിരിക്കുന്ന മക്കളെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് വിശ്വാസത്താൽ നമുക്കും പ്രവേശിക്കാം. विश्वास के साथ अपने बाजू वालों को बोलिए, विश्वास के साथ हम प्रवेश कर सके। ഓ അടുത്തിരിക്കുന്ന വൈഫിനെ തൊട്ടിട്ട് പറഞ്ഞ് ത്രൂ ബൈ ഫെയ്ത്ത് നമുക്കും ഇതിൽ പ്രവേശിക്കാം. अपना वाइफ को छूकर बोलिए, विश्वास के साथ हम भी वो नीति के अंदर जी सकते हैं। ഇന്ന് പകലൊന്ന് പറഞ്ഞ് വിശ്വാസത്താൽ നാം ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു. एक साथ बोलिए, विश्वास के द्वारा उस नीति के अंदर परमेश्वर ने വിശ്വാസത്താൽ എനിക്ക് പ്രവേശനം ഉണ്ട്. विश्वास के साथ मुझे प्रवेश है। ഓ കാരം തട്ടിയോ അവൻ അത്തരം തുറന്നു. ഈ പകല വചനത്തെ ഒന്ന് സ്വീകരിച്ച് വിശ്വാസത്താൽ വിശ്വാസത്താൽ विश्वास के साथ, വിശ്വാസത്താൽ विश्वास के साथ, വിശ്വാസത്താൽ विश्वास के द्वारा അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. अब्राहम विश्वास के द्वारा नीतिमान बना। നിങ്ങൾക്ക് വിശ്വാസത്താൽ പ്രവേശിക്കാം. आप भी विश्वास के साथ प्रवेश कर सकते हैं। 5-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് പറയുന്നത് അങ്ങനെയാണ്, വിശ്വാസത്താൽ എനിക്ക് പ്രവേശനം ഉണ്ട്. 5वां अध्याय के आरंभ में पौलुस ने कहा, विश्वास के साथ मैं प्रवेश कर सकता हूँ। എനിക്ക് വിശ്വാസത്താൽ ഈ സമാധാനത്തിലേക്ക് പ്രവേശനമുണ്ട്. पौलुस बोल रहा है, विश्वास के साथ इस समाधान के अंदर मुझे एक प्रवेश द्वार है। ഈ കൃപയിലേക്ക് എനിക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. इस आशीष के अंदर विश्वास के साथ मुझे एक प्रवेश है। ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, പ്രവർത്തിച്ച് നേടാൻ കഴിയാത്ത മേഖലകൾ ഇന്ന് HK വിശ്വാസത്താൽ പ്രവേശിക്കുക. आज विश्वास कीजिए, कितना भी ट्राई करते 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 जो नहीं हुआ वो विश्वास के द्वारा आपके ऊपर आया। അടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ തൊട്ടിട്ട് പറഞ്ഞ് നമ്മൾ വിശ്വാസത്താൽ അത് പ്രാപിക്കും. बाजू वालों को बोलो, विश्वास के द्वारा हम वो प्राप्त करेंगे। നമ്മൾ വിശ്വാസത്താൽ അതിനെ അനുഭവിക്കും. विश्वास के साथ हम उसको अनुभव നാം करेंगे। വിശ്വാസത്താൽ ആ ജീവനിലേക്ക് കടക്കും. वो विश्वास के द्वारा उस जीवन के अंदर हम जिएंगे। മതം നമ്മളോട് എന്താ പറഞ്ഞേ? അത് ചെയ്, ഇത് ചെയ്, അത് ചെയ്, അങ്ങനെ ചെയ്. മതത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് റിലീജിയസ് കസ്റ്റംസ് ഇതെല്ലാം നമ്മെ കൊണ്ട് മതം ചെയ്യിപ്പിക്കുമ്പോ മതം നമ്മെ ഒരു അടിമയാക്കുക. പക്ഷേ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളെന്തോ ചെയ്തേച്ചു കയറി വരുന്നതല്ല, ഇത് നിങ്ങളെന്തോ സാക്രിഫൈസ് നടത്തി വരുന്നതല്ല. അത് മതമാണ് സഹോദരങ്ങളെ, അത് റിലീജിയനാണ് സഹോദരങ്ങളെ, ഇത് ബന്ധമാണ് സഹോദരങ്ങളെ. ക്രിസ്ത്യൻ ലൈഫ് മതമല്ല, അത് ബന്ധമാണ്. ആ ബന്ധത്തിൽ ജീവിക്കുന്നവരോട് സ്വർഗം പറയുന്നു, ഇത് താങ്കൾ എന്തോ ചെയ്ത് കയറി വരുന്നതല്ല, വിശ്വാസത്താൽ കയറി വരിക. रिलीजन हमेशा ये कहता कि तू ये कर, वो कर, ऐसा कर, तब जाके तू नीतिमान बनेगा, तब जाके तू ऐसा बनेगा। लेकिन परमेश्वर कह रहा है, तेरा प्रवृत्ति के द्वारा नहीं, बल्कि तेरे अंदर जो हुआ वो विश्वास के द्वारा तू ये सब प्राप्त कर सकता है। എനിക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? मैं कैसे प्रवेश करूं? അയ്യോ, ഞാൻ എന്തെങ്കിലും കൊണ്ട് ആ നടപ്പാതയിൽ വയ്ക്കണോ? मैं क्या कुछ चीज जाके स्टेप के अंदर रखूं? ഞാൻ എന്തെങ്കിലും കൊണ്ട് ആ വാതിൽക്കൽ വച്ചിട്ടാണോ കയറി വരേണ്ടത്? क्या मैं इस दरवाजे के ऊपर मैं कुछ दान रखूं तब जाके मुझे प्रवेश मिलेगा? സ്വർഗം നിങ്ങളോട് പറയുന്നു, through the blood of Jesus Christ and through the sacrifice of Jesus Christ, welcome to my house. परमेश्वर कह रहा है कि पिता यीशु मसीह के लहू के द्वारा इस दरवाजे के अंदर, इस प्रवेश द्वार के अंदर आप प्रवेश कर सकते हैं। By faith you can enter is my home. विश्वास के द्वारा आप यहाँ पर प्रवेश कर सकते हैं। Come in. By faith you can enter. विश्वास के द्वारा आप प्रवेश कर सकते हैं। ഓ, ഇന്ന് മതത്തിന്റെ എല്ലാ അടിമത്വം പൊളിയട്ടെ. यहाँ पे रिलीजियस का सभी चीज यहाँ पे हट रहा है। അവൻ മനുഷ്യൻ ചെയ്ത് പ്രവർത്തിച്ച് തളർന്ന് ഇനി എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോ പിതാവ് പറയുക, അവൻ പുത്രനിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം. यहाँ पर हम करते करते ट्राई कर करके थक गए, लेकिन आज सुबह आपके ऊपर आया वो परमेश्वर का शब्द ये है, विश्वास के द्वारा आप यहाँ पर प्रवेश कर सकते हैं। വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. विश्वास के द्वारा आप प्रवेश कर सकते हैं। അബ്രഹാം പിതാവ് എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? अब्राहम कैसा नीतिमान बना? വിശ്വാസത്താൽ. विश्वास के साथ, വിശ്വാസത്താൽ. विश्वास के साथ, വിശ്വാസത്താൽ. विश्वास के साथ। ആമേൻ. നമുക്കറിയാം, ആമേൻ, ഒരു സാധ്യതയില്ലാതിരുന്ന സമയത്താണ് അബ്രഹാമിന്റെ മേൽ ദൈവത്തിന്റെ കോളിംഗ് വരുന്നത്.
ऐसा कोई चांस नहीं था। वैसे एक सिचुएशन में जब अब्राहम था, तब जाकर परमेश्वर का शब्द अब्राहम को सुनाई दिया। അബ്രഹാം പിതാവിനെ കുറിച്ച് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആമേൻ. ഒരിക്കലും ഇനി തന്നിൽ നിന്നൊരു ജനറേഷൻ ഉണ്ടാകത്തില്ല, ഇനി തന്നിൽ നിന്നൊരു തലമുറ ജനിക്കത്തില്ല എന്ന് അവൻ ശരീരവും സാഹചര്യങ്ങളും എല്ലാം തന്നോട് പറഞ്ഞ് പ്രത്യാശ നഷ്ടപ്പെട്ട് ആമേൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കോളിംഗ് അബ്രഹാമിന്റെ മേൽ വരുന്നത്. खुद के बल से एक बच्चा या उनके अंदर से एक संतान आ नहीं सकता। वैसे एक सिचुएशन में बॉडी के रूप से भी, सभी फिजिकल रूप से भी बहुत थक गए थे। वैसे एक इंसान के टाइम पर वैसे एक सिचुएशन के अंदर परमेश्वर का शब्द अब्राहम सुन रहा है। ആമേൻ. അബ്രഹാം നമുക്കറിയാം, തന്റെ പട്ടണത്തിൽ തന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് തന്റെ ശരീരം ഇനി ഒരു ജനറേഷനെ പുറത്തെടുക്കാൻ കഴിയത്തില്ലെന്ന് പ്രൂവ് ചെയ്തപ്പോൾ, जब अब्राहम का जो डॉक्टर्स थे सब लोग बोला है कि आपके अंदर से एक नया संतान नहीं आ सकता, അത് പ്രൂവ് ചെയ്തപ്പോൾ जब वो प्रूव किया तब ദൈവം അബ്രഹാമിനെ വിളിച്ചു. परमेश्वर ने अब्राहम को बुलाया। എങ്ങനെ വിളിച്ചെന്നറിയോ? कैसे बुलाया आपको पता है? ദൈവം അബ്രഹാമിനെ വിളിച്ചത്, जब परमेश्वर ने अब्राहम को बुलाया, ദൈവം അബ്രഹാമിന്റെ പേര് ആമേൻ ഈ ലൈഫിനകത്ത് ചേഞ്ച് ചെയ്തു. इस लाइफ के इस जीवन के अंदर अब्राहम का नाम को परमेश्वर ने चेंज किया। കർത്താവ് ഇന്ന് ചില കുടുംബങ്ങളുടെ പാരമ്പര്യമായ പേരുകൾ ആത്മാവ് ബ്രേക്ക് ചെയ്ത് കളയുകയാണ്. यहाँ पर जो भी हमें देख रहे हैं, आपके ऊपर जो रखा हुआ सभी नाम, जो नाम है वो सबको परमेश्वर चेंज कर रहा ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ है। जेनेसिस चैप्टर 17 में हम ऐसा सीखते हैं, അവിടെ അബ്രഹാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു. अब्राहम का जो नाम था पहला अब्राम करके था। അബ്രാം എന്ന വാക്കിന്റെ അർത്ഥം ഉന്നതനായ പിതാവ്, ദ എക്സോൾട്ടഡ് ഫാദർ. अब्राम उस नाम का अर्थ है कि एक्सॉल्टेड फादर, ഉന്നതനായ പിതാവ്, सबसे बड़ा पिता, ഉയരങ്ങളിൽ വസിക്കുന്ന പിതാവ്, ऊंचाई में जीने वाला पिता, എക്സോൾട്ടഡ് ഫാദർ, एक्सॉल्टेड फादर, എക്സോൾട്ടഡ് ഫാദർ. ऊंचाई में जीने वाला एक पिता। എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, इसका मतलब यह है कि एक अच्छा एक फैमिली, നല്ലൊരു പാരമ്പര്യമുണ്ട്, एक अच्छा बैकग्राउंड है। ഊർ എന്ന പട്ടണത്തിലെ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. ऊर बोलकर जो सिटी है वहां पर का सबसे बड़ा फैमिली है, ഉന്നതനായ പിതാവ്, सबसे बड़ा फैमिली है, ഉന്നതമായ കുടുംബത്തിൽ ജീവിക്കുന്നവൻ. सबसे बड़ा फैमिली में जीने वाला। ആ പേരിന്റെ അർത്ഥം അങ്ങനെയാണ്, എക്സോൾട്ടഡ് ഫാദർ, ഉന്നതനായ പിതാവ്. उस नाम का अर्थ यह है कि सबसे बड़ा पिता। അവിടെ റിവീൽ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, वहां पर रिवील कर रहा है उनका बैकग्राउंड, അദ്ദേഹത്തിന്റെ ട്രഡീഷൻ ആണ്, उनका ट्रेडिशन, അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. उनका फैमिली बैकग्राउंड। കാരണം he was born in very high family. क्योंकि यहाँ पे पता है कि वो जो जगह पे पैदा हुआ, जगह पे जिया, वो सबसे बड़ा फैमिली था। He is born in very highly family. वो सबसे बड़ा फैमिली के अंदर वो जिया। അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് വിളിച്ച പേരാണ് ഉന്നത കുലജാതനായവൻ, ഉന്നതനായ കുടുംബത്തിൽ ജനിച്ചവൻ, എക്സോൾട്ടഡ് ഫാദർ, ഉന്നതനായ പിതാവ്. इसलिए अब्राहम को देखकर ये बोला कि ये सबसे बड़ा पिता है, ये सामर्थ्य है इसके अंदर, ये सबसे बल हो। പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരിക്കലും ആ പിതാവ് എന്ന പദത്തിന്റെ പൂർണ്ണതയിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. उस नाम का अर्थ हमने सुना कि वो एक एक्सॉल्टेड फादर है, लेकिन उनके लाइफ के अंदर वो जो नाम का अर्थ अप्लाई नहीं हुआ। ഉന്നതനായ കുടുംബത്തിൽ ജനിച്ചു, ഉന്നതനായ വീട്ടിൽ ജനിച്ചു, ഉന്നതിയിൽ ജനിച്ചു എന്നും മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അബ്രഹാമിൽ നിന്ന് അടുത്തൊരു ജനറേഷൻ ഇല്ല. अब्राहम को देख के हम सब बोल सकते हैं कि ये सबसे बड़ा एक फैमिली के अंदर जिया, सबसे बड़ा एक करोड़पति का बेटा बनकर जिया, ये सब हम बोल सकते हैं, लेकिन वो नाम का 1% भी उसके लाइफ के अंदर वो अनुभव नहीं किया। അബ്രഹാമിന്റെ പിതാവായ തേരഹ് അബ്രാമിനെ വിളിച്ചത് എബ്രാം, ഓ മൈ എക്സോൾട്ടഡ് ഫാദർ. അല്ലെങ്കിൽ തേരഹ് എങ്ങനെ വിളിച്ച് ഉന്നതനായ പിതാവ്. ഐ മീൻ ആ മകനിൽ തേരഹ് ആഗ്രഹിച്ചതാണ് ഉന്നതനായ പിതാവ്. तेरह ने जब अब्राहम को बुलाया, अब्राहम का नाम भी लिखा है कि वो एक्सॉल्टेड फादर है, सबसे बड़ा पिता है, सबसे सामर्थ्यवान है। പക്ഷെ ആ ഒരു മേഖലയിലേക്ക് അബ്രഹാമിന് കടന്നു കയറാൻ കഴിഞ്ഞില്ല. लेकिन उस पोजीशन के अंदर अब्राहम कभी भी पहुंचा नहीं। അബ്രഹാം സാറ ലൈഫ് എവിടെയോ എൻഡ് ആകാൻ പോവുകയാണ്. अब्राहम और सारा का जो लाइफ है कहीं ना कहीं अब एंड हो रहा है। അവരുടെ കുടുംബത്തിന്റെ അടുത്ത അവകാശങ്ങൾ അവരിൽ നിന്നും അടുത്തൊരു
മറ്റൊരു ഫാമിലിയിലേക്ക് തിരിയുകയാണ്. उनका जो फैमिली का जो भी है वो नेक्स्ट एक दूसरे जनरेशन को शिफ्ट हो रहा है, കാരണം തലമുറയില്ല. क्योंकि उनके लाइफ में एक नया उनको संतान नहीं है, They are in death. वो मृत्यु के बीच में है, അവസാനിക്കുകയാണ്. वो उनका कहानी वहां पर खत्म हो रहा है. അപ്പോൾ സ്വർഗം അബ്രഹാമിനെ മറ്റൊരു പേരിൽ വിളിച്ചു. लेकिन परमेश्वर ने Come एक on. नया नाम उसको दिया. Get ready. रेडी हो जा. ദൈവം അബ്രഹാമിനെ മറ്റൊരു പേരിൽ വിളിച്ചു. अब्राहम को देखकर परमेश्वर ने नया नाम दिया. അബ്രാം എന്ന പേരിൽ നിന്ന് അബ്രഹാം എന്ന പേരാക്കി മാറ്റി. अब्राम बोलकर ये जो नाम है, ये नाम से अब्राहम कर कर बुलाया. ഈ പേര് വിളിച്ചത് തേരഹല്ല, ഈ പേര് വിളിച്ചത് സ്വർഗമാണ്. ये नाम जो दिया वो परमेश्वर था. അബ്രാം എന്ന പേരിനകത്ത് എബ്രായ അക്ഷരമായ ഹേ എന്നൊരു അക്ഷരം സ്വർഗം തിരികെ കയറ്റി. अब्राहम बोलकर जो नाम है, उस नाम के ऊपर हे बोलकर एक नया शब्द परमेश्वर ने ऐड किया. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗ്ലോറിയസ് സൺഡേയിൽ ചില കുടുംബങ്ങളുടെ പേരിലേക്ക് ദൈവം ചിലതിനെ എടുത്തിടുകയാണ്. आज विश्वास कीजिए, किसी किसी नाम के ऊपर एक नया नाम परमेश्वर ऐड कर रहा. നിന്റെ തലമുറ ഉയരത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകുമെന്ന് നൂറുകണക്കിന് ആൾക്കാർ നിന്റെ തലമുറക്കെതിരെ ശാപം പറഞ്ഞെങ്കിൽ don't bother about that. നിന്നെ വിളിക്കുന്ന ഒരു സ്വർഗമുണ്ട്. आपका लाइफ कभी भी एक सक्सेसफुल लाइफ नहीं होगा कर कर कोई भी बोलने दो, कुछ भी शब्द आप सुनने दो, लेकिन आज सुबह हम बोलते हैं एक नया नाम परमेश्वर आपको दे रहा है. നാട്ടുകാരെന്ത് വിളിച്ചു, ബന്ധുക്കൾ എന്ത് വിളിച്ചു, സാഹചര്യം എന്ത് വിളിച്ചു, അങ്ങനല്ല നീ ആകാൻ പോകുന്നത്. ദൈവം നിന്നെ എന്തു വിളിച്ചു അതായി നീ മാറും. आपका रिलेटिव्स आपको क्या कर कर बुला रहा है, आपका गांव वाले आपको क्या कर कर बुला रहे हैं, ये सब यहाँ पे मायने नहीं रखता. परमेश्वर आपको क्या कर कर बुलाया, ये यहाँ पर मायने रखता है. ദൈവം ഒരാളെ പേര് ചൊല്ലി വിളിക്കുന്നത് വെറുതെ അല്ല. ദൈവം അങ്ങനെ ആ വ്യക്തിയെ കണ്ടതുകൊണ്ടാണ് ആ പേരുകൊണ്ട് ദൈവം അവരെ വിളിക്കുന്നത്. परमेश्वर कभी भी ऐसे ही किसी को बुलाता नहीं. उस इंसान के अंदर जो परमेश्वर ने बुलाया वो फुलनेस परमेश्वर ने देखा बोलकर आपको बुलाया. ദൈവം ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കുന്നത് വിളിച്ചിട്ട് അദ്ദേഹത്തെ ആക്കാൻ വേണ്ടിയല്ല. ദൈവം അദ്ദേഹത്തെ ദൈവത്തിൽ അങ്ങനെ ആക്കിയിട്ടാണ് അദ്ദേഹത്തെ ദൈവം വിളിക്കുന്നത്. परमेश्वर कभी भी आमीन कोई चीज को आपके ऊपर दिया हुआ कुछ भी प्रॉमिस हो, वो प्रॉमिस आपके ऊपर देने के बाद आपको उस प्रॉमिस के अंदर रुकाने के लिए परमेश्वर ने बुलाया, इसलिए कि आप उस प्रॉमिस के अंदर ऑलरेडी है कर कर देख कर परमेश्वर आपको वो प्रॉमिस देता है. ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് ബോധ്യമുണ്ടോ? अगर आपको पता है आप परमेश्वर ने आपको बुलाया, നിങ്ങളുടെ മേൽ ഒരു കോൾ ഓഫ് ഗോഡ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. आपके ऊपर परमेश्वर का कॉलिंग है कर कर आप विश्वास करते हो. പ്രതിസന്ധി വന്നതുകൊണ്ടല്ല ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്. मेरे ऊपर सफरिंग्स आया इसलिए मैं परमेश्वर को ഏതോ आराधना नहीं പ്രശ്നം कर रहा. വന്നതുകൊണ്ടല്ല ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത്. मेरे ऊपर प्रश्न आया इसलिए परमेश्वर को मैं ഏതോ आराधना नहीं कर रहा. രോഗം സൗഖ്യമായതുകൊണ്ടല്ല ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്. मुझे एक नया चंगाई मिला इसलिए नहीं कि मैं परमेश्वर को आराधना कर रहा. അവൻ എന്നെ വിളിച്ചു. परमेश्वर ने मुझे बुलाया. അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ചു. परमेश्वर ने मुझे नाम पुकारा. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ അവന്റെ വിളി എന്റെ മേലുണ്ട്. बिफोर द फाउंडेशन ऑफ द वर्ल्ड उसने मुझे बुलाया. എത്ര പേരത് വിശ്വസിക്കുന്നു? कितना लोग ये विश्वास करते हैं? ആ കോളിംഗ് ആണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. वो बुलाहट मुझे रुका रहा है. അബ്രാം എന്ന പദത്തിനകത്ത് अब्राम जो नाम है उसके अंदर കൃപയുടെ സംഖ്യയായ ഹേ എന്ന എബ്രായ അക്ഷരം കർത്താവ് ചേർത്തു. ग्रेस का जो नंबर है बोलकर वो जो वर्ड है, ഹേ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഗ്രേസ് ആണ്. ഹേ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അതിന്റെ ഒരു വെളിപ്പെടൽ, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കൃപ എന്നതാണ്. हे जो लेटर है उस लेटर का अर्थ है कि आशीष, परमेश्वर का आशीष, The grace of God. परमेश्वर का आशीष. കൃപയുടെ വാക്കാണ് ഹേ. जो है जो शब्द है वो उसका अर्थ है कि परमेश्वर का आशीष. അപ്പൊ ഉന്നത കുലങ്ങളിൽ ജനിച്ച അബ്രാമേ, ഉന്നതനായി ജനിച്ച അബ്രാം, एग्जॉल्टेड जो फादर था, അടുത്ത് നിനക്കൊരു വിശാലത ഉണ്ടാകണമെങ്കിൽ, सबसे बड़ा फैमिली के अंदर जिया वो अब्राहम के ऊपर, നിന്നിൽ അടുത്തൊരു ജനറേഷൻ ജനിക്കണമെങ്കിൽ, उस अब्राहम के अंदर एक नया संतान आना है, അടുത്തൊരു ജീവന്റെ വാഴ്ച നിന്നിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ, नया एक जीवन तेरे अंदर से आना है, तो നിന്റെ അകത്ത് കൃപയുടെ ശക്തി വെളിപ്പെട്ടു വരണം. तेरे अंदर आशीष का सामर्थ आना चाहिए. കൃപ വെളിപ്പെട്ടു വരണം.
आशीष आना चाहिए, കൃപ വെളിപ്പെട്ടു വരണം. आशीष। ആ ഗ്രേസ് ഓഫ് ഗോഡ് നിന്റെ അകത്ത് റിലീസ് ആയാൽ वो आशीष जब आपके अंदर आएगा, നിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ആകാൻ തുടങ്ങും. वो आपका लाइफ बढ़ने लगेगा। ലോകം അടച്ചു വച്ച നിന്റെ കുടുംബം അതേ ലോകത്തിന്റെ മുൻപിൽ വളരുവാൻ തുടങ്ങും. दुनिया रोका हुआ तेरा फैमिली, आपका फैमिली बढ़ने लगेगा। ശാപങ്ങൾ ഒതുക്കിയ നിന്നെ അതേ ശാപത്തിന്റെ മുൻപിൽ എന്റെ ദൈവം വളർത്താൻ തുടങ്ങും. वो आप कौन सा भी श्राप के अंदर क्यों ना होने दो, उस श्राप के अंदर आप बढ़ने लगोगे। സാധ്യതയില്ലെന്ന് പറഞ്ഞെടുത്ത് നീ ഒരു സാധ്യതയായി മാറും. कोई भी चांस नहीं है बोलकर ऐसा सिचुएशन के अंदर आप एक चांस बनकर आप बाहर आओगे। എപ്പോൾ कब? അവന്റെ കൃപ എന്നിൽ വെളിപ്പെടുമ്പോൾ उनका आशीष जब मेरे अंदर आएगा, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് നീ ഒരു സാധ്യതയായി മാറും. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് താങ്കൾ ഒരു സാധ്യതയായി മാറും. कोई भी चांस क्यों ना होने दो, उस सिचुएशन के अंदर आप एक चांस बनकर ആ आओगे। കൃപ വെളിപ്പെട്ടു വരുമ്പോൾ वो आशीष जब आपके अंदर आए, ഉന്നത കുലജാതന്റെ എക്സോൾട്ടഡ് സൺ എന്ന അബ്രാം എന്ന തേരഹിട്ട പേരിനകത്ത് ദൈവം മാറ്റി വിളിക്കാൻ തയ്യാറായി. अब्राहम जो तेरक ने बुलाया, वो उस नाम के ऊपर एक नया नाम परमेश्वर ने ऐड किया। അബ്രാം എന്ന പദത്തിനു കൂടെ ഹേ എന്ന അക്ഷരം ചേർത്ത് എന്റെ സ്വർഗം വിളിച്ചു അബ്രഹാം. अब्राहम जो नाम है उसके आगे हाम कर हे कर एक वर्ड भी ऐड कर परमेश्वर ने बुलाया अब्राहम। അബ്രാം എന്ന പദത്തിന്റെ പേര് എക്സോൾട്ടഡ് സൺ. ഇനിയൊരു ജനറേഷൻ ഇല്ല, ഇനിയൊരു കുഞ്ഞില്ല, ഇനി നിന്നിൽ നിന്നൊരു വളർച്ചയില്ല, ഇതോടെ നീ തീർന്നു, യു ആർ ഇൻ ഡെത്ത് സിറ്റുവേഷൻ എന്നാണെങ്കിൽ ദൈവം വിളിച്ച അബ്രഹാം എന്ന പദത്തിന്റെ അർത്ഥം ആമേൻ ഇങ്ങനെയാണ്, ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്. अब्राहम जो पहला नाम उनके ऊपर था, उस नाम का अर्थ खत्म हो रहा है। उनके लाइफ में से एक नया संतान नहीं आ रहा, सब कुछ खत्म हो रहा है। उनका स्टोरी जब वहां पे एंड हो रहा है, परमेश्वर ने एक नया नाम बनाकर उस अब्राहम को बुलाया। उस नाम का अर्थ यह है कि राज्य का पिता। എക്സോൾട്ടഡ് ഫാദറിൽ നിന്ന് ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്. एक्सॉल्टेड फादर के पोजीशन से फादर ऑफ मल्टीट्यूड जैसा पोजीशन में अब्राहम आया। ഊർ എന്ന പട്ടണത്തിലുള്ളവർ അബ്രഹാമിനെ നോക്കി ഉന്നതനായ പിതാവ്, പക്ഷേ അതിലേക്ക് ഒരിക്കലും നിനക്ക് എത്താൻ കഴിയില്ല. എന്നാൽ സ്വർഗം വിളിച്ചു ബഹുജാതികളുടെ പിതാവ്. अब्राहम जो नाम था, उस नाम का अर्थ यह है कि एक्सॉल्टेड फादर, एक अच्छा पिता, ऊंचाई में रहने वाला पिता। लेकिन उनके सिचुएशन, उनके लाइफ के द्वारा कभी भी उस नाम का फुलनेस के अंदर अब्राहम आया नहीं। लेकिन जब परमेश्वर ने एक नया नाम अब्राहम को दिया, परमेश्वर ने कहा कि मल्टीट्यूड्स ऑफ राज्य का पिता कर परमेश्वर ने अब्राहम को देके बुलाया। ഒരു കുഞ്ഞ് ഇനി നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരില്ല, ഒരു കുഞ്ഞിനെ അവൻ വഹിക്കുവാൻ സാറയുടെ ഗർഭപാത്രത്തിന് ശക്തിയില്ല എന്ന് സാഹചര്യങ്ങൾ പറഞ്ഞ് അബ്രഹാമിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതാ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്, യു ആർ നോട്ട് എ എക്സോൾട്ടഡ് ഫാദർ, യു ആർ എ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആമേൻ ഊർ എന്ന പട്ടണത്തിലെ തേരഹ് നിന്നിൽ കണ്ടിരിക്കുന്നത് ഉയർന്നിരിക്കുന്ന ഒരു പിതാവിനെയാണെങ്കിൽ ഞാൻ നിന്നിൽ കണ്ടിരിക്കുന്നത് ബഹുജാതികളെ റിവീൽ ചെയ്യാൻ ശേഷിയുള്ള എ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്. तेरक ने तेरे अंदर देखा, अब्राहम के अंदर एक्सॉल्टेड फादर देखा, एक उन्नति में रहने वाला पिता देखा। लेकिन परमेश्वर जब अब्राहम को देखकर परमेश्वर ने कहा राज्य का पिता। ഉന്നതനായ പിതാവെന്ന് ലോകം വിളിച്ച സ്ഥാനത്ത് നിന്ന് जब लोग ने, दुनिया ने कहा कि एक्सॉल्टेड फादर, उन्नति में रहने वाला पिता, ബഹുജാതികളുടെ പിതാവെന്ന് ദൈവം വിളിച്ച വിളിയിലേക്ക് बहुत लोगों का राज्य का पिता कर परमेश्वर ने जब बुलाया। അബ്രഹാം എങ്ങനെയാണ് പ്രവേശിച്ചത്? अब्राहम कैसे उस नाम के अंदर उसके अंदर प्रवेश किया? അബ്രഹാമെ ഈ കോളിംഗിലേക്ക് താങ്കൾ എങ്ങനെ പ്രവേശിച്ചു? अब्राहम इस बुलाहट के अंदर कैसे आप आए? താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ പ്രവേശിച്ചത്? क्या आपने कुछ कर इसके अंदर प्रवेश किया? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എക്സോൾട്ടഡ് ഫാദർ എന്ന ലോകത്തിന്റെ കോളിംഗിൽ നിന്ന് ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്ന ദൈവത്തിന്റെ കോളിംഗിലേക്ക് അബ്രഹാം പ്രവേശിച്ചത് ബൈ faith. एक्सॉल्टेड फादर के पोजीशन से मल्टीट्यूड ऑफ फादर जग का पोजीशन के अंदर अब्राहम कैसे ट्राई कर नहीं आया, प्रवेश कैसे किया? विश्वास के साथ വിശ്വാസത്താൽ പ്രവേശിച്ചു. विश्वास के साथ उन्होंने प्रवेश किया। ജെദിൻ ബ്രദർ അദ്ദേഹം എങ്ങനെ പ്രവേശിച്ചു? आपको पता है कैसे प्रवेश किया? വിശ്വാസത്താൽ. विश्वास के साथ। അല്ലാതെ പ്രവേശിക്കാൻ അബ്രഹാമിന് കഴിയില്ല.
विश्वास के साथ ही अब्राहम ने प्रवेश किया। ഇപ്പൊ ദൈവം പറയാ, നിന്നിൽ ഞാൻ വലിയ ജാതികളെ കാണുന്നു, ജനറേഷൻസ് കാണുന്നു. परमेश्वर देख के अब्राहम को बोल रहा है, तुझ में मैं एक नया जाति को देख रहा हूँ। 100 വയസ്സുള്ള അബ്രഹാമിന്റെ ശരീരം പറഞ്ഞു നെവർ നെവർ നെവർ. अब्राहम का फिजिकल बॉडी बोल रहा है कभी भी ये नहीं हो सकता। 100 വയസ്സുള്ള അബ്രഹാമിന്റെ ശരീരം പറഞ്ഞു ഒരു ജനറേഷൻ പോയിട്ട് ഒരു കുഞ്ഞു പോലും ഈ ശരീരത്തിലില്ല. एक राज्य छोड़कर एक संतान, एक बच्चा भी तेरे फिजिकल बॉडी से आएगा नहीं। അബ്രഹാമിന്റെ 100 വയസ്സുള്ള ശരീരം ആമേൻ വിളിച്ചു പറയുന്നു, അബ്രഹാം നോ നോ, ഇത് നടക്കത്തില്ല. 100 വയസ്സുള്ള ഈ ശരീരത്തിന് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള ശേഷിയില്ല. अब्राहम का फिजिकल स्टेटस बोल रहा है कभी भी तेरे अंदर से एक संतान नहीं आएगा। പക്ഷേ അബ്രഹാം എന്താ വിശ്വസിച്ചെന്നറിയോ? आपको पता है अब्राहम ने क्या विश्वास किया? എന്റെ 100 വയസ്സുള്ള ബലഹീനമായ ഈ ശരീരത്തിന് इस फिजिकल बॉडी के अंदर से ഒരു ജനറേഷനെ പുറത്തെടുക്കാൻ കഴിയില്ല. एक जनरेशन को बाहर नहीं निकाल പക്ഷേ सकता। ഈ ഹോപ്പ്ലെസ് ആയ ആമേൻ പ്രതീക്ഷയില്ലാത്ത എന്റെ മേൽ വന്ന ദൈവത്തിന്റെ കോളിങ്ങിന് എന്നിൽ നിന്ന് ഈ മൾട്ടിറ്റ്യൂഡ്, ദ ജനറേഷൻ ഓഫ് മൾട്ടിറ്റ്യൂഡ്, ബഹുജാതികളുടെ പിതാവെന്ന ഈ സത്യത്തെ പുറത്തെടുക്കാൻ കഴിയും. मेरा फिजिकल बॉडी कभी भी ये एक नया संतान को नहीं जन्म दे सकता, लेकिन परमेश्वर ने मेरे ऊपर दिया वो जो वचन है, वो कॉलिंग है, वो बुलाहट है, वो बुलाहट मुझे इसके अंदर रुकाएगा। സാഹചര്യം നിന്നോട് പറയുന്നു सिचुएशन आपको बोल रहा है നോ നെവർ, कभी भी नहीं हो सकता, നോ നെവർ. कभी भी नहीं हो പക്ഷേ सकता। കോൾ ഓഫ് ഗോഡ് നിന്നോട് പറയുന്നു, लेकिन बुलाहट आपको देकर बोल रहा ഞാൻ है നിന്നെ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചത്. मैं तुझे वो देखा बोलकर मैंने तेरे को वैसा बुलाया। ഇന്ന് പകൽ വിശ്വസിക്ക, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, विश्वास कीजिए परमेश्वर ने आपको बुलाया है तो, ദൈവം നിന്നെ രാജ്യങ്ങൾക്ക് ഒരു അത്ഭുതമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, परमेश्वर आपने आपके ऊपर एक बुलाहट, ദൈവം നിന്നെ നീതിമാനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, परमेश्वर आपको नीतिमान कर ദൈവം നിന്നെ നീ ഒരു അത്ഭുതമാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, आप एक आशीष हो कर ദൈവം നിന്നെ നീ ഒരു അനുഗ്രഹമാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, आपके ऊपर एक अनुग्रह है करके സാഹചര്യം നോക്കിയിട്ടല്ല വിളിച്ചത്. आपका सिचुएशन देखकर नहीं बुलाया। ദൈവം എങ്ങനെ നിന്നെ കാണാൻ ആഗ്രഹിച്ചോ അങ്ങനെ അവൻ നിന്നെ വിളിച്ചു. परमेश्वर कैसा आपको बनाने का है वैसा देखकर आपको बुलाया। എങ്ങനെ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാം? कैसे आप प्रवेश करोगे? വിശ്വാസത്താൽ. विश्वास के साथ। അബ്രഹാമിനെ अब्राहम ആ ദൂതിലേക്ക്, वो प्रॉमिस किया, ആ കോളിംഗിലേക്ക് वो बुलाहट किया, അബ്രഹാം പ്രവേശിച്ചത് अब्राहम ने कैसे प्रवेश किया? വിശ്വാസത്താലാണ്. विश्वास के साथ। കാരണം അബ്രഹാമിന്റെ ശരീരം പറയുന്നു अब्राहम का फिजिकल बॉडी बोल रहा है ഒരു കുഞ്ഞു പോലും ഇതിലില്ല. एक संतान भी इसके अंदर नहीं है। അബ്രഹാം എന്താ വിശ്വസിച്ചേ? अब्राहम क्या विश्वास किया? എന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞില്ലായിരിക്കും, मेरे शरीर में एक संतान नहीं हो सका, പക്ഷെ അവന്റെ കോളിംഗിൽ लेकिन उसके बुलाहट में ജനറേഷൻസ് ഞാൻ കാണുന്നു. एक संतान को मैं देख रहा हूं। എന്റെ ശരീരത്തിൽ അതില്ലായിരിക്കാം, मेरे शरीर के अंदर शायद हो नहीं सकता, പക്ഷെ അവനിൽ അതുണ്ട്. लेकिन उसमें वो है। എന്നിൽ ഇതില്ല, मेरे में नहीं है, പക്ഷെ എന്നെ വിളിച്ചവനിൽ അതുണ്ട്. मुझे जो बुलाया उनके अंदर वो है। അപ്പൊ അതൊന്നുകൂടെ, എന്നിൽ ഇതിന് ഒരു സാധ്യതയില്ല, मेरे अंदर कोई भी चांस नहीं പക്ഷെ है, എന്നെ വിളിച്ച ദൈവത്തിൽ ഇത് സാധ്യതയാണ്. लेकिन मुझे जो बुलाया उनके अंदर ये है। അപ്പൊ സാധ്യതയില്ലാത്ത ഞാൻ जब कोई चांस नहीं है वैसा, സാധ്യതയായ ദൈവത്തിലേക്ക് उस परमेश्वर के अंदर ആശ്രയിക്കുക ചെയ്യണം. जब मैं ट्रस्ट करता हूं। എന്താണ് അബ്രഹാം ചെയ്തത്? अब्राहम ने क्या किया? ദൈവത്തിന്റെ വാക്കിൽ परमेश्वर का शब्द में അബ്രഹാം ട്രസ്റ്റ് ചെയ്തു, अब्राहम ने ट्रस्ट किया, വിശ്വസിച്ചു, ट्रस्ट किया, ആശ്രയിച്ചു. ट्रस्ट किया। ആ വിശ്വാസത്താൽ वो विश्वास के द्वारा അബ്രഹാം പ്രവേശിച്ചു. अब्राहम ने प्रवेश किया। എന്ത് വിശ്വാസത്താൽ? कौन सा विश्वास? എന്ത് വിശ്വാസത്താൽ? कौन सा विश्वास? എന്ത് വിശ്വാസത്താലാ പ്രവേശിച്ചത്? कैसा विश्वास के द्वारा परमेश्वर अब्राहम ने एंटर किया? ഇന്നു മുതൽ ഞാൻ ഉന്നത കുലപിതാവല്ല, आज के बाद मैं एक एक्सॉल्टेड फादर नहीं हूँ। ഇന്നു മുതൽ ഞാൻ എക്സോൾട്ടഡ് ഫാദർ അല്ല, आज के बाद मैं एक्सॉल्टेड फादर नहीं ഇന്നു മുതൽ ഐ ആം ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്ന വിശ്വാസത്താൽ അവൻ പ്രവേശിച്ചു. आज के बाद मैं मल्टीट्यूड का फादर हूँ, ये विश्वास के साथ उन्होंने प्रवेश किया। ഏത് വിശ്വാസത്താൽ പ്രവേശിച്ചു? कौन सा विश्वास के साथ प्रवेश किया? ഞാൻ ബഹുജാതികളുടെ പിതാവാണെന്നുള്ള വിശ്വാസത്താൽ പ്രവേശിച്ചു. मैं राज्य का पिता हूँ बोलकर ये विश्वास के अंदर उन्होंने प्रवेश किया। അന്നു മുതൽ उस समय से അബ്രഹാമിനെ अब्राहम को എക്സോൾട്ടഡ് ഫാദർ ആയിട്ടല്ല കണ്ടത്, एक्सॉल्टेड फादर कर नहीं देखा, ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്. मल्टीट्यूड बोलकर उन्होंने अपने आप को देखा। ആ വിശ്വാസത്താൽ അദ്ദേഹം ജീവിച്ചു. ये विश्वास के अंदर उन्होंने जिया। സ്വർഗം പറഞ്ഞു, परमेश्वर ने कहा നിന്റെ ചാർച്ചക്കാരെയും तेरा रिलेटिव, പിതൃഭവനത്തെയും तेरा പട്ടണത്തെയും
വിട്ടു പുറപ്പെടണം. तेरे में जो कुछ भी है, रिलेटिव्स, फैमिली, घर, सबको छोड़कर. അപ്പനമ്മയൊക്കെ ഉപേക്ഷിച്ചു പോകണമെന്നല്ല അതിന്റെ അർത്ഥം. आपका पिता माता को सब छोड़कर आए, उसका अर्थ ये नहीं है. ഈ ബാക്ക്ഗ്രൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ये जो बैकग्राउंड है उसको एक हिस्ट्री है. ഈ ഫാമിലിക്ക് ഒരു ये പ്രത്യേകതയുണ്ട്. फैमिली को एक हिस्ट्री है. അവരെപ്പോഴും നിന്നെ കാണുന്നത് वो सब आपको देख रहा है. കുഞ്ഞുങ്ങളില്ലാത്തൊരപ്പൻ, एक संतानी है, ऐसा बोलकर एक पिता. ഹതഭാഗ്യനായ ഒരു സ്ത്രീ, ഹതഭാഗ്യയായ ഒരു സ്ത്രീ, कोई भी भाग्य नहीं है बोलकर एक स्त्री, ജീവിതം അവസാനിച്ച ഒരു പുരുഷൻ, सब कुछ खत्म हुआ बोलकर एक इंसान. അവരെപ്പോഴും നിന്നെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കും. अब्राहम तेरा फैमिली सब आप तेरे को वैसे देखे. സ്വർഗം പറഞ്ഞു നീ അതിനെ വിടണം, लेकिन परमेश्वर ने कहा उस बैकग्राउंड को, उसको आप सेपरेट हो, അതിനെ വിട്ടുവരിക. उसको छोड़कर आ. ഏതിനെ? किसको? നിന്നെ ഇന്നും ആമേൻ ആ പേരു പോലെ കാണാൻ, അല്ലെങ്കിൽ നിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണോ അങ്ങനെ നിന്നെ കാണുന്ന നിന്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീ ആരായി തീരുമെന്ന് നിന്നെ കണ്ട ദൈവത്തിലേക്ക് നീ പ്രവേശിക്കുക. तू जो सिचुएशन में है उस सिचुएशन में ही अंत तक तू रहेगा बोलकर जो दुनिया आपको देख रहा है, उस बैकग्राउंड को छोड़कर परमेश्वर ने जो बुलाया उसके अंदर जीने के लिए अब्राहम ने विश्वास के साथ प्रवेश किया. लीव योर सिचुएशन. आपका जो सिचुएशन है, बैकग्राउंड है, उसको छोड़ो. लीव योर ट्रेडिशन. आपका जो ट्रेडिशन है उसको छोड़ो. लीव योर सर्कमस्टेंसेस. आपका जो सर्कमस्टेंसेस है उसको छोड़ो. फॉर व्हाट? किसके लिए? Entering the call of God. परमेश्वर का बुलाहट के अंदर प्रवेश करने के लिए. For what you want to live? किसके लिए आप जियोगे? For I want to enter His call. मैं उसके बुलाहट के अंदर जीने के लिए. അബ്രഹാം വിട്ടു പുറപ്പെട്ടു. अब्राहम ने उसके अंदर जीने के लिए सब कुछ छोड़कर. ഒരു കാര്യം വിട്ടു പുറപ്പെടുക എന്ന് പറഞ്ഞാൽ एक चीज को छोड़कर जब മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം. एक चीज को छोड़कर अगर एक व्यक्ति आ रहा है, इसका मतलब दूसरे एक चीज के अंदर प्रवेश करने के लिए वो छोड़ा. ഒന്നിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ एक चीज के अंदर प्रवेश कर रहा है, ये इसका मतलब മറ്റൊന്നിനെ വിട്ടുപോകുന്നു എന്നാണ്. एक चीज को उन्होंने छोड़ा, ये है उसका अर्थ. മനസ്സിലായിക്കണോ? Entering means living. एक नया चीज के अंदर प्रवेश करना है तो एक चीज आपके लाइफ में होना चाहिए, आप किस चीज को छोड़ना चाहिए. നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് അമേരിക്ക എന്ന രാജ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അമേരിക്കയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലീവ് ചെയ്തു എന്നതാണ് അതിന്റെ അർത്ഥം. ध्यान से सुनिए, आप इंडिया में हो लेकिन आपको अमेरिका जाना है. आप इंडिया को जब छोड़ोगे तब जाकर अमेरिका में प्रवेश करोगे. പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ आपने एंटर किया, इसका मतलब ഞാൻ ആയിരുന്ന പ്രതലത്തെ അല്ലെങ്കിൽ ഞാൻ ആയിരുന്ന സാഹചര്യത്തിൽ ഞാൻ വിട്ടുപോയി എന്നതാണ്. मैं जहां पर था उसको छोड़ा, ये है इसका अर्थ. അബ്രഹാം തന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടു. अब्राहम ने उनका रिलेटिव, उनका घर को सब छोड़ा. അവൻ അതിനെ ഉപേക്ഷിച്ചു. उसको सब छोड़ा. ദൈവം പറഞ്ഞ ആ പ്രോമിസിലേക്ക് എൻ്റർ ചെയ്തു. परमेश्वर ने जो प्रॉमिस दिया उसके अंदर उन्होंने प्रवेश किया. എങ്ങനെ? कैसे? ബൈ ഫെയ്ത്ത്. विश्वास के द्वारा. തന്നെ സാഹചര്യങ്ങളാൽ പിടിച്ചു വയ്ക്കുന്ന തന്റെ സാഹചര്യങ്ങളെ വിശ്വാസത്താൽ താൻ ഉപേക്ഷിച്ചിട്ട് उनका जो सिचुएशन था सब कुछ उन्होंने विश्वास के साथ छोड़ा. ദൈവം പറഞ്ഞ വാക്കിലേക്ക് താൻ വിശ്വാസത്താൽ പ്രവേശിച്ചു. परमेश्वर ने जो बोला उसके अंदर विश्वास के साथ प्रवेश किया. അപ്പോ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം प्रवेश किया, इसका मतलब क्या है? നിങ്ങളായിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ലീവായി എന്നതാണ്. कोई सिचुएशन के अंदर आप थे, उसके अंदर से आप उस सबको छोड़ा. ये യേശു ക്രിസ്തുവിന്റെ നീതിയിൽ നിങ്ങൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം यीशु मसीह का नीति के अंदर आप प्रवेश किया. इसका मतलब ലോകത്തിന്റെ അനീതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു എന്നതാണ്. दुनिया का अनराइचियसनेस के अंदर से आप बाहर आए. നിങ്ങൾ നീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം आप नीति के अंदर प्रवेश किया. इसका मतलब നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ടുപോയി എന്നതാണ് അതിന്റെ അർത്ഥം. पाप के अंदर से आप बाहर आए. ये है ദൈവം നിങ്ങളെ നീതിമാനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? परमेश्वर ने आपको नीतिमान बनकर देखा. इसका मतलब ഇന്നലെ വരെ പിശാച് നിങ്ങളെ കണ്ട ആ അവൻ സാഹചര്യത്തിൽ നിങ്ങളില്ല എന്നതാണ് അതിന്റെ അർത്ഥം. कल तक जो शैतान ने आपको देखा वो उस सिचुएशन के अंदर आप नहीं हो. ये വചനം പറയുന്നു ദൈവം നിങ്ങളെ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. बाइबल कह रहा है शैतान का राज्य से पिता का राज्य के अंदर आप ट्रांसफर हो അപ്പൊ गए. ഞാൻ യേശുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? मैं यीशु मसीह का राज के अंदर प्रवेश
किया इसका मतलब क्या है? ഞാൻ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ലീവായിരിക്കുന്നു. मैं शैतान का राज्य के अंदर से बाहर आ എത്ര गया. പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കരമടിച്ചു കർത്താവിനെ ഇന്ന് പകലൊന്ന് വിശ്വസിച്ച് ആരാധിച്ച് ഞാൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചിലതിനെ വിട്ടു എന്നാണ് അതിന്റെ അർത്ഥം. मैं प्रवेश किया इसका मतलब मैं किस चीज को छोड़ा, ये है. ഇത് രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ये दोनों एक साथ कभी भी हम चला नहीं सकते. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടുവരാനും കഴിയില്ല, यहाँ से छोड़ भी नहीं सकते ഇവിടുന്ന് പ്രവേശിക്കുകയും വേണം. या प्रवेश भी करना है. അത് രണ്ടും നടക്കത്തില്ല. ये दोनों कभी भी नहीं हो सकता. ഞാൻ ക്രിസ്തുവിന്റെ നീതിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ, अगर आप मसीह का नीति के अंदर हो कर आप जब विश्वास करोगे, ലോകത്തിന്റെ അനീതിയിൽ ഞാൻ ഇനി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. दुनिया का अनराइचस के अंदर आप नहीं हो, ये है इसका अर्थ. എനിക്ക് വേണ്ടി വെളിപ്പെട്ട രക്ഷാകരമായ പദ്ധതിയിൽ ഐ ആം സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം मैं परमेश्वर के द्वारा सेव हुआ, इसका मतलब ആ ശിക്ഷയ്ക്കകത്ത് ഞാൻ ഇല്ല എന്നതാണ്. वो जो घटना है, കണ്ടംനേഷനകത്ത് ഞാൻ ഇല്ല എന്നാണ്. उस कंडमनेशन के अंदर मैं नहीं हूँ, ये है. ദൈവം എന്നെ നീതിമാനായി കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം परमेश्वर ने मुझे नीतिमान करके बुलाया, इसका मतलब അനീതിക്കകത്ത് ഞാൻ ഇല്ല എന്നതാണ്. अनराइचस के अंदर मैं नहीं हूँ, ये है. ദൈവത്തിന്റെ രാജ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം परमेश्वर के राज्य में मैं हूँ, इसका मतलब സാത്താന്റെ രാജ്യത്തിൽ ഞാൻ ഇല്ല എന്നതാണ്. शैतान का राज्य के अंदर मैं नहीं हूँ, ये ഞാൻ है. ദൈവത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം मैं परमेश्वर के अंदर प्रवेश किया, इसका मतलब പിശാച് നിങ്ങളെ ആക്കി വെച്ചെടുത്ത് നിങ്ങൾ ഇനി ഇല്ല. शैतान ने आपको रुकाया हुआ, इस जगह पे आप नहीं हो, ये है. എത്ര പേരിന്ന് വിശ്വസിക്കുന്നു? कितना लोग ये विश्वास करते हैं? എത്ര പേരിന്ന് വിശ്വസിക്കുന്നു? कितना लोग ये विश्वास करते हैं? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഏകന്റെ അനുസരണക്കേടിനാൽ നിങ്ങളായിരുന്ന ലംഘനങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഏകന്റെ അനുസരണത്താൽ നിങ്ങൾ കൃപയിലേക്കും നീതിയിലേക്കും ജീവന്റെ വാഴ്ചയിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. पौलुस बोल रहा है, आदम की वजह से आप मृत्यु के रिजल्ट में आए, लेकिन मसीह के कारण, मसीह के ओबीडियंस की वजह से आप उस नीति के अंदर, उस अनुग्रह के अंदर आप जी रहे हो. പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? इसका मतलब प्रवेश किया, इसका मतलब क्या है? ഞാൻ इന്നലെ വരെ ആയിരുന്നതിൽ ഞാൻ വിട്ടുവന്നിരിക്കുന്നു. कल तक जो सिचुएशन के अंदर मैं था उसको मैं छोड़कर आया. എങ്ങനെ? कैसा? അബ്രഹാം തന്റെ സാഹചര്യങ്ങളെ, उनका जो बैकग्राउंड था, ഞാൻ അതിനെ ഒന്നുകൂടെ വിശദമാക്കാം. मैं एक और बार ये बोलना चाहता हूँ. കുഞ്ഞുങ്ങളില്ലാത്ത, സാധ്യതകളില്ലാത്ത, ഉയർച്ചയില്ലാത്ത, ജനറേഷൻ ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ആ സത്യമായതിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് അബ്രഹാം ലീവ് ചെയ്തിട്ട് ഐ ആം ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്, എന്നിൽ നിന്ന് ഇനി ജനറേഷൻ പുറത്തു വരും, ഞാൻ വലിയൊരു സാധ്യതയാണെന്ന് എന്റെ മുമ്പിൽ തുറന്നു തന്ന ആ ദൈവത്തിലേക്കുള്ള അബ്രഹാമിന്റെ പ്രവേശനം. अब्राहम का जो बैकग्राउंड बोल रहा है, तेरे से एक संतान नहीं आ सकता, तेरा सिचुएशन ये है, तू एक्सॉल्टेड फादर है सच है, लेकिन कभी भी तेरे अंदर से एक संतान नहीं आ सकता कर उनका बैकग्राउंड बोल रहा है. लेकिन परमेश्वर ने उन्होंने कहा तू एक मल्टीट्यूड ऑफ नेशंस, राज्य का पिता है कर ഇതുപോലെ ऐसे ही നിങ്ങൾ പാപികളായിരുന്നപ്പോൾ, जब आप पाप में थे, ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ, परमेश्वर का शत्रु, जब ദൈവവുമായി ഒരു ബന്ധമില്ലായിരുന്നപ്പോൾ, परमेश्वर से एक रिलेशन जब നിങ്ങൾ नहीं था, ക്രിസ്തുവിന് പുറത്തായിരുന്നപ്പോൾ, मसीह के बाहर जब थे, നിങ്ങൾ തകർന്നവരായിരുന്നപ്പോൾ, जब आप ദൈവം നിങ്ങളെ നീതിമാനായി കണ്ടു. जब आप निछाई में थे, परमेश्वर ने നിങ്ങൾക്ക് आपको വേണ്ടി नीतिमान സ്വന്തം करके बुलाया. പുത്രനെ അവൻ നൽകി. आपके लिए उन्होंने अपना बेटे को दिया. അവന്റെ രക്തത്താൽ അവൻ നിങ്ങളെ വിശുദ്ധീകരിച്ചു. उनके लहू के वजह से आप प्यूरिफाई हुए. അവൻ സകലരെയും തന്റെ മക്കളായി കണ്ടു. सभी को उन्होंने अपना संतान माना. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ? मैं क्या करूं? ദൈവം എന്നെ കണ്ടതും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രവേശിക്കുമ്പോൾ, परमेश्वर ने जो मुझे देखकर कहा, जो मेरे अंदर जो बुलाहट है, उसके अंदर विश्वास के साथ मैं प्रवेश करूं. ഇന്നലെ വരെ എന്നെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, എന്നെ പിടിച്ചു വച്ചിരുന്ന, എനിക്ക് അഡ്രസ് നൽകിയ ആ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ലീവ് ആകുകയാണ്. कल तक मुझे जो होल्ड किया था, कल तक जो मेरे अंदर था, वो सब चीजों को मैं छोड़कर परमेश्वर ने जो मुझे कहा उसके अंदर मैं प्रवेश कर रहा हूं. ഇത് വിശ്വാസത്താൽ മാത്രമേ സംഭവിക്കൂ. यह केवल विश्वास के द्वारा ही हो सकता है. എന്തു വിശ്വാസത്താൽ? क्या, कौन सा विश्वास? ആമേൻ. സാധ്യതയില്ലാത്ത ഒരു അബ്രാം എന്ന വിശ്വാസത്തിൽ നിന്ന് അടുത്ത ജനറേഷൻ എന്നിലൂടെ ജനിക്കുമെന്നുള്ള വിശ്വാസത്താൽ അബ്രഹാം പ്രവേശിച്ചതുപോലെ, कोई चांस नहीं है बोलकर जो अब्राहम का सिचुएशन का, उसके अंदर से परमेश्वर ने जो कहा उसको विश्वास किया. മരണത്തിലല്ല ക്രിസ്തു എന്ന ജീവനിൽ വാഴാൻ അവൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്താൽ
വിശ്വാസത്താൽ ഞാൻ ജീവന്റെ വാഴ്ചയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്താൽ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ആ ക്രിസ്തു എന്ന ജീവന്റെ വാഴ്ചയിലേക്ക് പ്രവേശിക്കുക. मृत्यु के अंदर नहीं, केवल परमेश्वर का जीवन के अंदर मुझे बुलाया है कर कर ये विश्वास के अंदर मैं जी रहा हूं. ഒരുമിച്ച് നിൻ കൃപ മതി, കൃപ മതി, കൃപ മതിയേ, കൃപ മതിയേ യേശുവേ, കൃപ അതു മതി, അതു മതി, അതു മതിയേ, കൃപ മതിയേ യേശുവേ, നിൻ കൃപ മതി, കൃപ മതി, കൃപ മതിയേ, കൃപ മതിയേ യേശുവേ, കൃപ അതു മതി. മരണത്തെ ഇനി പേടിയില്ല, വെല്ലുവിളികളെ ഭയവുമില്ല. മരണത്തെ ഇനി പേടിയില്ല, വെല്ലുവിളികളെ ഭയവുമില്ല. ഒരിക്കൽ മരണം നടന്ന എന്നിൽ ഇനി മരണമില്ല. ഒരിക്കൽ മരണം നടന്ന എന്നിൽ ഇനി മരണമില്ല. കൃപ അതു മതി, അതു മതി, അതു മതിയേ, കൃപ മതിയേ യേശുവേ, കൃപ അതു മതി, അതു മതി, അതു മതിയേ, കൃപ മതിയേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്താൽ, ये विश्वास के द्वारा നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. हम प्रवेश कर सकते हैं. അബ്രഹാം പ്രവേശിച്ചതുപോലെ, अब्राहम कैसे प्रवेश किया? അബ്രഹാം പ്രവേശിച്ചതുപോലെ अब्राहम ने जैसे प्रवेश किया, ആ വാഗ്ദത്തത്തിൽ അബ്രഹാം പ്രവേശിച്ചു. उस प्रॉमिस के अंदर अब्राहम ने प्रवेश किया. എപ്പോൾ അദ്ദേഹം ദൈവം തന്നെ അബ്രഹാം എന്ന് വിളിച്ച ആ കോളിംഗ് ആയിട്ട് അദ്ദേഹത്തെ കാണാൻ തുടങ്ങി. परमेश्वर ने जो अब्राहम को देखकर बुलाया, अब्राहम को जो देखकर परमेश्वर ने कहा, उस बुलाहट के अंदर अब्राहम ने प्रवेश किया. അബ്രഹാമിനെ ദൈവം എങ്ങനെ കണ്ടോ അങ്ങനെ അബ്രഹാമിനെ കാണാൻ തുടങ്ങി. परमेश्वर ने अब्राहम को कैसे देखा, वैसे ही उसी नजरिए के साथ अब्राहम ने अपने आप को देखा. ആ അദ്ദേഹം ദൈവം കണ്ടതുപോലെ അദ്ദേഹത്തെ കാണാൻ തുടങ്ങി, അതിൽ ജീവിക്കാൻ തുടങ്ങി. परमेश्वर ने जैसा उनको उनके ऊपर देखा, वैसे ही अब्राहम ने खुद को देखा और उस विश्वास के अंदर उन्होंने जिया. അപ്പൊ ലോകം ഇതുവരെ കണ്ടതല്ല ഞാൻ, आज तक दुनिया ने जो मुझे देखा वो नहीं हुआ. ഊർ എന്ന പട്ടണം ഇതുവരെ പറഞ്ഞ വ്യക്തിയല്ല ഞാൻ. जो सिटी अब्राहम का था वो सिटी क्या बोला, ആ ये नहीं ദൈവം എന്തു अब्राहम. പറഞ്ഞോ അതാണ് ഞാൻ എന്ന വിശ്വാസത്താൽ परमेश्वर ने मुझे देखकर क्या कहा, उसके अंदर का विश्वास, അദ്ദേഹം പ്രവേശിച്ചു. वो उसके अंदर मैं विश्वास के साथ प्रवेश कर रहा हूँ. അത് അദ്ദേഹത്തിന് നീതിയായി കണക്കിട്ടു. ये जो चीज है वो नीति बनकर अब्राहम के അത് ऊपर आया. അദ്ദേഹത്തിന് അത്ഭുതമായി കണക്കിട്ടു. ये जो चीज है, ये जो विश्वास है, ये नीति बनकर आया. ഏത് നീതിയായി കണക്കിട്ടു? कैसा नीति बनकर? ഊർ എന്ന പട്ടണം പറഞ്ഞതല്ല ഞാൻ. ऊर का जो सिटी है वो क्या बोला, वो नहीं हूं मैं. എന്റെ പാരമ്പര്യം എന്തു പറഞ്ഞു അതല്ല ഞാൻ. मेरा बैकग्राउंड क्या बोला, वो नहीं हूं मैं. ഈ ദൈവം എന്തു പറഞ്ഞു मेरा परमेश्वर ने क्या कहा, അതാണ് ഞാൻ. वो हूं मैं. അത് അവന് നീതിയായി കണക്കിട്ടു. ये जो विश्वास है वो नीति बनकर आया. ഇതുപോലെ ऐसे ही ദൈവം നിങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞു? परमेश्वर ने आपको देखकर क्या कहा. മന്ത്രവാദി എന്തു പറഞ്ഞു എന്ന് കേൾക്കാൻ ഈ തലമുറ വരരുത്. दुनिया क्या बोला ये कर कर ये सुनते मत बैठिए. ചിലർക്ക് പിശാച് എന്തു പറഞ്ഞെന്നാണ് കേൾക്കാൻ ആഗ്രഹം. कोई कोई ऐसा लोग है जो शैतान क्या बोले वो सुनते बैठते हैं. We are not that generation. हम वो जनरेशन नहीं है. Leave it. वो सब छोड़िए, അതിനെ വിടുക. वो सब छोड़िए. ഇന്ന് പകൽ എന്നെ കാണുന്ന യുവതലമുറയോട് ഞാൻ പറയാം, एक जनरेशन को देखकर मैं बोल, ലോകം നിങ്ങളെ എന്ത് പറഞ്ഞു എന്നതല്ല ഇവിടുത്തെ വിഷയം. दुनिया आपको क्या बोला वो है, वो नहीं है आपका സാഹചര്യം विषय. നിങ്ങളോട് എന്ത് പറഞ്ഞു എന്നതല്ല ഇവിടുത്തെ വിഷയം. आपका सिचुएशन आपको देखकर क्या बोल रहा है ये नहीं है. കുടുംബക്കാർ എന്ത് പറഞ്ഞു എന്നതല്ല ഇവിടുത്തെ വിഷയം. आपका दुनिया, ये आपका फैमिली क्या बोल रहा है ये नहीं है का मैटर. പിതാവായ ദൈവം നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? परमेश्वर ने आपको देखकर क्या बोला. പുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? यीशु मसीह आपको देखकर क्या बोला. പരിശുദ്ധ റൂഹ നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? पवित्र आत्मा आपको देखकर क्या बोला. അത് വിശ്വസിച്ചിട്ട് പറയണം, അത് ഞാനാണ്. वो विश्वास करके बोले वो मैं हूँ. ദൈവം പറഞ്ഞ ആ വ്യക്തി ഞാനാണ്. परमेश्वर ने जो बोला वो मैं ആ हूँ. തിരിച്ചറിവാണ് നിന്റെ വാഴ്ച. എല്ലാ മക്കളിലും ഇത് പ്രവേശിക്കട്ടെ. ശിക്ഷ പൂർണ്ണമായി ക്രൂശിൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ശിക്ഷയിൽ നിന്നും ഞാൻ സ്വതന്ത്രനാ. ശിക്ഷ
ശിക്ഷപൂർണമായി ക്രൂശിൽ നീയേറ്റതാ. എന്റെ പാപമോ നിന്നില, നിന്റെ നീതിയോ എന്നില. എന്റെ പാപമോ നിന്നില, എന്റെ നീതിയോ. ഇത് സത്യമാണ്. ദാസനെന്ന പേരു മാറ്റി പുത്രനെന്നു വിളിച്ചില്ലേ. ദാസനെന്ന പേരു മാറ്റി പുത്രനെന്നു വിളിച്ചില്ലേ. ക്രൂശിലെ ക്രൂശിലെ നീതിയേ സ്നേഹമേ സ്നേഹമേ എൻ ജീവനേ ജീവനേ. ക്രൂശിലെ ക്രൂശിലെ നീതിയേ നീതിയേ സ്നേഹമേ സ്നേഹമേ എൻ ജീവനേ ജീവനേ. നിങ്ങൾ ചതിക്കപ്പെടരുത്, നിങ്ങൾ ചതിക്കപ്പെടരുത്, आप कभी भी ये सच्चाई को ना छोड़े, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. आप कभी भी ये सच्चाई को ना छोड़े. ഇതാണ് പൗലോസ് എല്ലാ സഭകളോടും പഠിപ്പിച്ചത്. पौलुस ने यही सब सभा को देखकर कहा, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, कोई भी आपको धोखा ना दे, ആരും നിങ്ങളെ ചതിക്കരുത്. कोई भी आपको धोखा ना दे. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടില്ല. मसीह को ही आपके सामने मैं प्रकट कर रहा हूँ. ക്രിസ്തുവിലൂടെ പിതാവ് നിങ്ങളെ എങ്ങനെ കണ്ടു അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നത്. मसीह के अंदर परमेश्वर ने आपको कैसा देखा वैसे ही मैं आपको देख रहा हूँ. പിതാവ് തന്റെ പുത്രനിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യമാക്കി അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. पिता ने पुत्र के द्वारा आपके ऊपर क्या क्या किया वो मैं देख रहा हूँ. എന്നിട്ടും ഇത്ര പെട്ടെന്ന് ആ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ ശുദ്ധം ചൊല്ലി മയക്കി പഴയതിലേക്ക് കൊണ്ടുപോകുന്നത് ആര്? इतना जल्दी आपको फिर से वो पुराना लाइफ के अंदर कौन आपको लीड किया? Leave that satanic spirit. वो स्पिरिट को, वो सैतानिक स्पिरिट को आप लीड कीजिए. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുന്നത് എന്തോ അത് സാത്താനിക് ആണ്. मसीह के अंदर से आपको कोई भी चीज सेपरेट कर रहा है वो सब सैतानिक है. അതിനെ ബ്രേക്ക് ചെയ്യുക, उसको छोड़िए എന്നിട്ട് വിശ്വാസത്തോടെ പറയുക, और विश्वास के साथ बोलिए, അബ്രഹാം പ്രവേശിച്ചതുപോലെ अब्राहम ने कैसे प्रवेश किया, ഞാൻ വിശ്വാസത്താൽ പ്രവേശിച്ചിരിക്കുന്നു. मैं भी विश्वास के साथ प्रवेश किया. ഞാൻ എന്റെ അപ്പന്റെ മക്കളാണ്. मैं मेरा पिता का ഞങ്ങൾ बेटा हूँ. പുത്രന്മാരും പുത്രിമാരുമാണ്. आप परमेश्वर के बच्चे हैं. ഏതോ ഒരു സ്ഥലത്ത് പോയി കുമ്പിട്ട് നിൽക്കുന്ന അടിമയല്ല ഞാൻ. मैं एक सर्व नहीं हूँ. ഏതോ ഒരു മതത്തിന്റെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുന്ന അടിമയല്ല ഞാൻ. मैं कोई रिलीजन का सर्वेंट नहीं हूँ. അപ്പന്റെ കൂടെ ഇരിക്കുന്ന പുത്രനാണ് ഞാൻ. पिता के साथ जीने वाला बेटा हूँ. I am the son of God. मैं परमेश्वर का बेटा हूँ. അതാണ് എന്റെ റിയാലിറ്റി. वो है मेरा रियलिटी. വിശ്വാസത്താൽ ഞാൻ അതിൽ പ്രവേശിച്ചിരിക്കുന്നു. विश्वास के साथ मैं प्रवेश किया. പേരുമാറ്റി പുത്രനെന്നു വിളിച്ചില്ലേ. ദാസനെന്ന പേരുമാറ്റി പുത്രനെന്നു വിളിച്ചില്ലേ. ക്രൂശിലെ ക്രൂശിലെ നീതിയേ നീതിയേ. വിശ്വാസത്താൽ നിനക്ക് പ്രവേശനമുണ്ട്. വിശ്വാസത്താൽ നിനക്ക് പ്രവേശനമുണ്ട്. विश्वास के साथ आप प्रवेश कर सकते हैं. പ്രവേശനമുണ്ട്. प्रवेश द्वार खुला है. ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല. कोई कोई जगह पे जाओगे तो ऐसा लिखा है कि जो हिंदूस नहीं है उनको कभी प्रवेश नहीं है. പഴയ നിയമത്തിലെ യഹൂദന്റെ ആലയത്തിന്റെ അവിടെ ചെന്നാൽ യഹൂദ ജാതികൾക്ക് പ്രവേശനം ഇല്ല. पुराना नियम में ऐसा है कि जो जाति लोग है वो कभी भी जो हिब्रू जूइश के अराउंड में भी प्रवेश नहीं कर सकता. യഹൂദന്റെ ആലയത്തിൽ ജാതികൾക്ക് പ്രവേശനമില്ല. ये जो जूइश का जो टेम्पल है, जो भवन है, उसके अंदर जाति लोग कभी भी प्रवेश नहीं कर सकते. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്. यहाँ पे बहुत सारा रिलीजन പല है. മതങ്ങൾ എഴുതി വെച്ചേക്കുക ഞങ്ങളുടെ ആളല്ലാത്തവർക്കാർക്കും പ്രവേശനമില്ല. सभी रिलीजन के बाहर ये लिखा है कि हमारा लोग को ही यहाँ पे प्रवेश कर सकता ചിലർക്ക് है. പുരുഷന്മാർക്ക് പ്രവേശനമില്ല, ചിലർക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ചിലർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രവേശനമില്ല, ചിലർക്ക് വാർദ്ധക്യ ജനർക്ക് പ്രവേശനമില്ല. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങളോട് പറയാനുള്ള ഗോസ്പൽ വിശ്വാസത്താൽ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്ക് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശനം
പ്രവേശനമുണ്ട്. इस दुनिया का बहुत सारा बोर्ड ऐसा लिखा है, बच्चों को प्रवेश नहीं कर सकते, बड़े को प्रवेश नहीं कर सकते, जो स्त्री है उनको प्रवेश नहीं है, ऐसा कर कर इस दुनिया का रिलीजन बहुत सारा चीज बोर्ड में लिखा है। लेकिन आज मैं एक नया वार्ता, नया गुड न्यूज आपको बोल रहा हूं, यह है कि परमेश्वर के लहू के द्वारा आप कोई भी समय, किसी भी वक्त उसके भवन में प्रवेश कर सकते हैं। ധൈര്യത്തോടെ പ്രവേശിക്കാം. धैर्य के साथ प्रवेश कर सकते हैं। ധൈര്യത്തോടെ പ്രവേശിക്കാം. धैर्य के साथ प्रवेश कर सकते हैं, വിശ്വാസത്താൽ. विश्वास के साथ। ദൈവം എന്നെ എങ്ങനെ കണ്ടുവോ परमेश्वर ने मुझे कैसे देखा, ഞാൻ അതാണെന്ന വിശ്വാസത്താൽ. वो मैं हूँ बोलकर ये विश्वास। നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇത് തുടരും. नेक्स्ट संडेज को हम ये कंटिन्यू करें। പൗലോസ് പറയുന്നു, पौलुस कह रहा है, ഇനി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ജീവന്റെ വാഴ്ചയിലാണ്. अभी परमेश्वर ने आपको देखा जीवन का राज के अंदर रुका हुआ। ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ അവൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. पिता के साथ एक रिलेशनशिप के अंदर जीने के लिए परमेश्वर ने आपको ഇനി देखा। നിങ്ങളും ദൈവവും തമ്മിൽ സെപ്പറേഷൻ ഇല്ല. अभी आप और परमेश्वर के बीच में सेपरेशन नहीं है। ദൈവം കാണുന്നത് പോലെ നമുക്ക് നമ്മളെ കാണാൻ കഴിയട്ടെ. परमेश्वर ने आपको कैसे देखा वैसे आप अपने आप को देखिए। നാം അടിമകളല്ല, हम कभी भी सर्वेंट नहीं है, നാം ആമേൻ പാപികളല്ല, हम पापी नहीं है, ആമേൻ നാം ആമേൻ പുഴുവും പൊടിയും കൃമിയും ഒന്നും അല്ല. हम कीड़े मकोड़े जैसे नहीं है। കർത്താവ് എന്നെ കണ്ടു, परमेश्वर ने मुझे देखा തന്റെ മകനായി, उनका बेटा തന്റെ മകളായി. मुझे अपने बेटी बोलकर। യേശു ക്രിസ്തുവിനോടൊപ്പം അവൻ എന്നെ കണ്ടു. यीशु मसीह का पोजीशन में उन्होंने मुझे देखा, എന്നെ അവകാശിയായിട്ട് കണ്ടു. मुझे उनका पोजीशन में देखा। ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയും, आज हम एक साथ बोलते हैं, ഞങ്ങൾ വിശ്വാസത്താൽ हम विश्वास के साथ അതിലേക്ക് പ്രവേശിക്കുക. उसके अंदर प्रवेश करते हैं। ഇതെന്റെ പ്രവേശനമാണ്. ये मेरा प्रवेश है। ഞാൻ പ്രവേശിക്കുമ്പോൾ मैं जब प्रवेश करूंगा, ഇന്നലെ വരെ ആയിരുന്നിടത്ത് നിന്ന് ഞാൻ ലീവ് ചെയ്യുക. कल तक जहां मैं था उसको मैं छोड़ रहा हूं। I am a son of God. मैं परमेश्वर का बेटा हूं। I am a daughter of God. मैं परमेश्वर का बेटा हूं। I have an inheritance. എനിക്ക് അവകാശമുണ്ട്. मुझे एक इनहेरिटेंस है। I am a righteous. मैं नीतिमान हूं। I am in Christ. मैं मसीह के अंदर हूं। I am seated with my Christ in heavenly realm. मैं मसीह के साथ ऊंचाई में, उन्नति में बैठा गया हूं। I am living Him. मैं उनके साथ जी रहा हूं। I am resurrected with Christ. मैं उनके साथ जी उठा। I am buried with Christ. मैं उनके साथ घड़ा गया। I am dead with Christ. मैं उनके साथ मरा। I am alive with Christ. मैं उनके साथ जी उठा। I believe. मैं विश्वास करता हूं। I believe. मैं विश्वास करता हूं। That's my life. वो मेरा जीवन है। Reign in life. जीवन में राज करो। വിശ്വാസത്തോടെ എന്നെ അധികാരിയാക്കി നീ. യാചകനല്ല ഞാൻ, എന്നെ അവകാശിയാക്കി നീ. അടിമയല്ലിനി ഞാൻ, എന്നെ അധികാരിയാക്കി നീ. യാചകനല്ല ഞാൻ, എന്നെ അവകാശിയാക്കി നീ. കൃപയേ, കൃപയേ. അടുത്തിരിക്കുന്നവരെ കരം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നമുക്ക് ഇതിനെ സ്വീകരിക്കാം. പോലെ ആരുള്ളൂ എനിക്കായി മരിക്കുവാൻ, സ്വന്തം ജീവൻ നൽകി എന്നെ സ്വന്തമാക്കി തീർക്കുവാൻ. അങ്ങെപ്പോലെ ആരുള്ളൂ എനിക്കായി മരിക്കുവാൻ, സ്വന്തം ജീവൻ നൽകി എന്നെ സ്വന്തമാക്കി തീർക്കുവാൻ. കൃപയേ, 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 കൃപയേ,
എന്റെ രാജ്യം मेरा राज्य വിശ്വാസത്താൽ विश्वास के साथ മരണത്തിൽ നിന്ന് मृत्यु के अंदर ജീവനിലേക്ക് जीवन में കടന്നിരിക്കുന്നു. राज कर रहा हूं। രോഗത്തിനകത്ത് ഭാരപ്പെടുന്നവരെ लोगों के अंदर जो है വിശ്വാസത്താൽ विश्वास के साथ അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തിലേക്ക് उनके हाथों के द्वारा आया हुआ आशीष നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. आप प्रवेश किए। ശാപം ഭയക്കുന്നവരെ श्राप के अंदर ശാപത്തിൽ നിന്ന് श्राप के अंदर से ക്രിസ്തു നിങ്ങൾക്ക് നൽകിയ അവകാശത്തിലേക്ക് मसीह ने आपको दिया हुआ इनहेरिटेंस വിശ്വാസത്താൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. विश्वास के साथ आप प्रवेश किए। എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് सभी सिचुएशन के अंदर से ദൈവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. परमेश्वर के अंदर आप प्रवेश किए। പാപത്തിൽ നിന്ന് पाप के अंदर से നീതിയിലേക്ക് नीति में അവന്റെ രക്തത്താൽ उनके लहू से ക്രിസ്തു മുഖം मसीह के द्वारा പിതാവിനെ മകനായി കണ്ടു എന്ന വിശ്വാസം. पिता ने मुझे बेटा बोलकर बोला। इस विश्वास के अंदर പിതാവായ ദൈവം എന്നെ വിളിച്ചത് സിന്നെന്നല്ല സണ്ണാണെന്ന വിശ്വാസത്താൽ पिता ने मुझे देखकर पापी नहीं बल्कि बेटा कर बुलाया। പന്നിക്കൂട്ടിൽ നിന്ന് മടങ്ങി വന്ന മുടിയൻ എന്ന് പറയുന്ന പുത്രനെ അപ്പൻ ലോകം വിളിച്ചത് മുടിയനെന്ന, പക്ഷെ അപ്പൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് ഈ എന്റെ മകൻ, he is my son. A prodigal son, एक जो बेटा जो खो गया था, അടിമയായിട്ട് തിരികെ വീട്ടിൽ വരുമ്പോൾ जब सर्वेंट बनकर जब उस पिता के घर में ലോകം മുഴുവൻ വിളിച്ചത് prodigal son. दुनिया ने सब बोला ये एक पापी इंसान, എന്നാൽ അപ്പൻ ചേർത്ത് നിർത്തി പറഞ്ഞത് this is my son. लेकिन पिता ने उस बच्चे को हमें साथ में खड़ा करके बोला कि ये मेरा बेटा है। പുത്രനായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ പുനരുത്ഥാനത്താൽ പിതാവ് നമ്മെ വിളിച്ചത് जो मसीह है उनका क्रूसिफिकेशन से पिता ने मुझे देकर बुलाया। പാപി എന്നല്ല, पापी कर नहीं, you are my son. तू मेरा बेटा है। Through the Christ, मसीह के द्वारा, ബൈബിൾ പറയുന്നു ക്രിസ്തുവിലൂടെ बाइबल कह रहा है कि मसीह के द्वारा പിതാവ് നമ്മെ കാണുന്നു. पिता हमें देख रहा है। ക്രിസ്തുവിലൂടെ मसीह के द्वारा പിതാവ് നമ്മെ കാണുന്നു. पिता हमें देख रहा है। അപ്പൊ പിതാവിന് എന്നെ വിളിക്കാനുള്ളത് तब पिता मुझे देखकर कह रहा है oh my son, मेरा बेटा come on reign in life. जीवन में राज कर। You are his son. आप उनके बेटे हो। നിങ്ങൾ അവകാശികളാണ്. विश्वास के द्वारा जीवन में വാഴുക, जीवन में राज करो। ജീവന്റെ വാഴ്ച വ്യാപരിക്കട്ടെ. जीवन का जो राज है वो आपके लाइफ में आ जाओ। വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ജീസസ്, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഞാനെന്നും എന്റെ പ്രിയനെ വാഴും, ഞാനെന്നും എന്റെ പ്രിയനെ വാഴും, ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഞങ്ങളിപ്പോൾ ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മെമ്പേഴ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്ത ദൈവമക്കൾ ഞങ്ങളുടെ ഓൺലൈനിലുണ്ട്. ഈ മിനിസ്ട്രിയെ പ്രാർത്ഥനയാലും സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്കുള്ള ചെറിയ നന്മകൾ പോലും നിങ്ങൾ ഈ ശുശ്രൂഷയുടെ വെൽ മെയിൻറ്റെയിനിങ്ങിനായി, നമ്മുടെ ഓൺലൈൻ സർവീസുകൾക്കായി ഇതിനൊക്കെ ആമേൻ കണ്ട് പലരും ആമേൻ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തതായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ആമേൻ ചർച്ച ഞങ്ങളെ അറിയിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ആമേൻ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ആമേൻ ഇപ്പോൾ ഞാൻ നിങ്ങളെ സാമ്പത്തിക മേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ ഇപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചിൻ്റെ ആമേൻ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹത്തോടെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആമേൻ നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഇപ്പോൾ ആമേൻ ഈ ചർച്ച്
ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു നന്മ ഈ ദൈവരാജ്യ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അനുഗ്രഹം ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ സപ്പോർട്ടുമാണ് ഈ ശുശ്രൂഷ ഇന്നും നിങ്ങളുടെ നടുവിലൂടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ല, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ദൈവദാസൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ സമൃദ്ധിയോടെ ജീവിക്കാൻ. എന്ത് ദൈവം തന്നാലും അതിലൊന്നുപോലും നഷ്ടപ്പെടാതെ അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ചർച്ചിൻ്റെ ഗൂഗിൾ പേ അഡ്രസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പലരും ഞങ്ങളെ വിളിച്ച് അത് സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങളത് നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിതയ്ക്കാം. അത് നമ്മുടെ വിഷയമല്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, ഞങ്ങളെ ഓൺലൈൻ വ്യൂവേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉപജീവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഏത് പാൻഡമിക് സിറ്റുവേഷനിലും എൻ്റെ മക്കൾ സമൃദ്ധരായി ജീവിക്കട്ടെ. കർത്താവേ, 100% നന്മയുണ്ടാകട്ടെ, 100% സമൃദ്ധി ഉണ്ടാകട്ടെ. ദൈവം കൊടുക്കുന്ന ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ഞങ്ങളുടെ മക്കളെ സാമ്പത്തികമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സമൃദ്ധി ഇപ്പോൾ എല്ലാ ഭവനങ്ങളിലും റിലീസാകട്ടെ. ഇവരുടെ അക്കൗണ്ടുകളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ എക്കണോമിക്കൽ ക്രൈസിസിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളത് കാണുന്നു. കർത്താവെ, ചുറ്റിലും പ്രതികൂലം ആഞ്ഞടിക്കുമ്പോഴും അകത്ത് സുരക്ഷിതത്വം ഒതുക്കുന്ന, അകത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്ന ആ ദൈവത്തിന്റെ സമൃദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതില്ലായ്മയിലും ഉള്ളവരെ പോലെ ഞങ്ങളെ നടത്തുന്ന ആ ദൈവത്തിന്റെ സമൃദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിപ്പോൾ ഞങ്ങളുടെ മക്കളിലേക്ക് റിലീസ് ആകട്ടെ. ഒരു വീട്ടിൽ പോലും ദാരിദ്ര്യം കടക്കരുത്. ദാരിദ്ര്യം പിശാചിൻ്റെതാണ്, ദാരിദ്ര്യം ദൈവത്തിൻ്റെതല്ല. കർത്താവെ, ദാരിദ്ര്യത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കുറവുകൾ സംഭവിക്കാം. പക്ഷെ ദാരിദ്ര്യം എന്ന ശാപം ഞങ്ങളുടെ വീട്ടിൽ കയറുകയില്ല. ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് ദൈവം തരുന്നതിൽ തൃപ്തരായി ജീവിക്കാൻ, അതിൽ സമൃദ്ധിയോടെ ജീവിക്കാൻ, എന്തു തന്നെയായാലും അതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കഴിയട്ടെ. ഞങ്ങൾ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇനി ഇത് കാണാൻ പോകുന്ന ആയിരക്കണക്കിന് ഞങ്ങളുടെ മക്കളെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളൊരു ബ്ലെസ്സിങ്സ് ആണ്. ദൈവം നിങ്ങളെ എങ്ങനെ കണ്ടിരിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളെ കാണുക, അതിൽ ജീവിക്കുക. ജീവന്റെ വാഴ്ച നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് യു ഓൾ ഇൻ ജീസസ് നെയിം. ആമേൻ. റിജോയ്സ് always in Christ Jesus. Abide in Holy Spirit. Say amen, amen, amen.